മീഡിയയിലൂടെ നടത്തുന്ന ദൈവവേലയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ പാട്ടുപാടിയ പ്രിയ അമ്മച്ചിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമം ഒരിക്കൽ കൂടെ നമുക്ക് കുടുംബമായി കർത്താവിനെ സ്തുതിപ്പുന്ന മഹനീയമായ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. കർത്താവിന്റെ സന്നിധിയിൽ നാം എത്രത്തോളം സമയം ചെലവാക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ ഏറിയ അനുഗ്രഹം ഉണ്ടായിരിക്കും. കർത്താവ് അതിനായി നമ്മളെ വിളിച്ചു വേർതിരിച്ചല്ലോ. അനേക പേർക്ക് കിട്ടാത്ത വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു. അനേക മഹാന്മാർ, പണ്ഡിതന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കന്മാർ, ചരിത്ര പുരുഷന്മാരെല്ലാം ജീവിതത്തിലുടനീളം അവർ ജീവിച്ച് മണ്ണടിയുമ്പോൾ നിത്യമായ ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിരിക്കാൻ, മകനും മകളുമല്ല, മക്കൾ ആയിരിക്കാൻ, ദൈവ മക്കളായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ. എനിക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഒരപ്പന്റെ മക്കളാകുന്ന നമ്മൾ ഈ വാത്സല്യ സൂമിന്റെ തണലിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ അനുഭവിക്കും. കാരണം 1 or 2 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവിടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത പിതാവിന്റെ സന്നിധിയിലാണ് നാം മുട്ടുമടക്കിയിരിക്കുന്നത്. നാം ഒരുപക്ഷെ വിദൂരതയിലും പല മേഖലകളിലും ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മളെ ഭരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാണ്. നമ്മുടെ അപ്പൻ ഒന്നാണ്. നാം ഒരു ജഡത്തിന്റെ സന്തതികളാണ്. നമ്മുടെ തല യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ആകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദൈവത്തിന്റെ സ്തോത്രം സന്ദേശം നിത്യതയുടെ തുറമുഖത്തെത്തിപ്പാൻ, അനേക പേരെ പ്രചോദനം കൊടുപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമൽ വഹിക്കുവാനും ക്രിസ്തു ആകുന്ന തലയുടെ ആജ്ഞ ശരീരമാകുന്ന നാം ഓരോരുത്തരും, ഗേസി ആന്റി അവിടെ ഇരിക്കുന്നു, പെണ്ണമ്മ ആന്റി അവിടെ ഇരിക്കുന്നു, സാറാമ്മ ആന്റി അവിടെ ഇരിക്കുന്നു, ഓരോ അംഗങ്ങളാണ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് നാം. സ്തോത്രം. എത്ര പേർ ദൈവത്തിൽ വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ മഹത്വപ്പെടുത്തുന്നു? സ്തോത്രം. നാം ആകുന്ന തലയുടെ ആജ്ഞ ക്രിസ്തുവാകുന്ന ശരീരത്തിൽ ഉൾപ്പെടുന്ന നാം ഓരോരുത്തരും, പ്രിയ സുശീല ആന്റി, ബിന്ദു ആന്റി, ഞാന്, എല്ലാവരും ദൈവസഭയിൽ ആരൊക്കെ ആയിരിക്കുന്നോ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നോ, അവരെ എല്ലാം സ്തോത്രം തലയാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ്. സ്തോത്രം. ഇന്ന് 6-ാമത്തെ സങ്കീർത്തനം അനുഗ്രഹീതമായി വായിച്ച പ്രിയ സഹോദരിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തന ഭാഗങ്ങളിലൂടെ നമുക്ക് അല്പം 2 മിനിറ്റ് ചിന്തിക്കാം. എനിക്ക് ഇന്ന് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിൻ മഹത്വം. ഇതിൽ പരം ഭാഗ്യം ഒന്നുമില്ല. സ്തോത്രം. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ, നശിച്ചു പോകാത്തത്. സ്തോത്രം. ഒരു ദേശത്തിന് അനുഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടണം. ഞാനെന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടണം. ഞാനെന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടണം. എന്നാലേ നമ്മുടെ പേരിൽ ആ രാജ്യത്ത് ദൈവനാമം ഉയരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എവിടെ ശുശ്രൂഷിക്കുന്ന ആളാ? ഹരിപ്പാട്ട് താമസിക്കുന്ന ആള് ശുശ്രൂഷിക്കുന്നു എന്ന് പറയും. സ്തോത്രം. എവിടത്തെയാ ശുശ്രൂഷ? ചെങ്ങന്നൂരിൽ നിന്നാണ് ദേവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയും, ഇല്ലേ? സ്തോത്രം. നമ്മുടെ പേരിനാൽ അനുഗ്രഹിക്കപ്പെടണം ദേശം. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാവോ? നാം അനുഗ്രഹിക്കപ്പെടണം. നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തിരുവചനം അനുദിനം വായിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തതയായി ആചരിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കും. സ്തോത്രം. ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുന്നു. പ്രിയ സ്തോത്രം. എന്റെ വൈഫാണ് ഇന്ന് തിരുവചനം സംസാരിക്കുന്നത്. സ്തോത്രം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ എന്റെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതൽ കർത്താവിനെ കാണുവാനും അറിയുവാനും എന്റെ ജീവിതത്തിൽ സ്തോത്രം ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കെല്ലാം ജന്മം കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. സ്തോത്രം. നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹരിച്ചവരുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ ദേശത്ത് നട്ടിരിക്കുന്നു. നാം ഓടിപ്പോകുമെന്ന് പറഞ്ഞ ദേശത്ത് നമ്മെ നട്ട് കിളിർപ്പ് അനുഭവിച്ച് അതിന്റെ തണലിൽ നാം വിശ്രമിക്കുമ്പോൾ അനേക പേർ ആ തണലിൽ വന്നു കൂടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. നാം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ പ്രിയ സഹോദരി സങ്കീർത്തന പുസ്തകത്തിലൂടെ വായിച്ചത്.
6-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിന്റെ തലക്കെട്ടിൽ പറയുക, സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഈ തന്ത്രിനാദം എന്നൊക്കെ പറയുന്നത് സ്തോത്രം കാവ്യാലങ്കൃതമായ ഭാഷയാണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? 10 വിരലുകൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തന്ത്രിനാദം. കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നതാണ് ഏറ്റവും ജീവിതത്തിൽ വലിയ ഭാഗ്യം. സ്തോത്രം. മറ്റൊരു ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട. ആദിമ കാലങ്ങളിൽ സഭകളിൽ അന്നും ഇന്നും സ്തോത്രം കർത്താവിന് ഇഷ്ടം ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശരീരത്തിന്റെ അംഗങ്ങളിലൂടെ, ശരീരമാകുന്ന തന്ത്രിയിലൂടെ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ സ്തോത്രം തമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നെന്നാ പറയുന്നത്. നിങ്ങൾ എന്റെ മന്ദിരമാകുന്നു, ഞാനും നിങ്ങളും മന്ദിരമാകുന്നു. ആ മന്ദിരത്തിലൂടെയുള്ള തന്ത്രിനാദം വീട്ടിക്കഴിഞ്ഞാൽ നമ്മളെ നിർമ്മിച്ചവനായ ഉടയവനെ സ്തോത്രം ആഗ്രഹങ്ങൾ സബലീകരിപ്പാൻ എന്നിലൂടെ ചിലത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, തന്ത്രിനാദത്തോടുകൂടിയുള്ള, വീണയോടുകൂടിയ, തമ്പുരോടുകൂടിയ, സ്തോത്രം വാദ്യങ്ങളോടുകൂടിയ എല്ലാ ശുശ്രൂഷകളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതും തിരുവചനത്തിന്റെ അടിസ്ഥാന പ്രമാണമിട്ട് പറഞ്ഞിട്ടുള്ളതും ഇരു കൈകളും അടിച്ച് ശരീരം കൊണ്ട് എന്റെ അന്തരംഗമേ അങ്ങേ മഹത്വപ്പെടുത്തുന്ന പറയുന്നത്. ആന്തരിക അവയവങ്ങൾ കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട്, നാവ്, ത്വക്ക്, സ്തോത്രം കണ്ണ്, ചെവി, കർത്താവ് ദാനമായി തന്നിട്ടുള്ള എല്ലാ അവയവങ്ങളും ഉപയോഗിച്ച് ആന്തരിക ആത്മാവിനെ പരിശുദ്ധാത്മാവിൽ ഉത്തേജിപ്പിച്ച് സർവശക്തനായ ദൈവം ഏദെൻ തോട്ടത്തിൽ നിർമ്മിച്ച സ്തോത്രം അതേ ശ്വാസോച്ഛ്വാസ ജീവിതത്തിൽ, ജീവനിൽ സ്തോത്രം ആദാമിൽ ഊതിയ ജീവശ്വാസമാണ് നമ്മളിലൂടെ പരിണമിച്ച് നമ്മൾ തലമുറയായി കൈമാറുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിൽ ആദാമിനെ ഉണ്ടാക്കിയ അതേ മൂക്കിലൂതിയ ജീവശ്വാസമാണ് മോളി സിസ്റ്റർ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നത്. ബിന്ദു വിജയ സിസ്റ്റർ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നത്. നമ്മൾ എത്ര ഭാഗ്യവാനാ! ഈ തിരുവചനം നമ്മുടെ കയ്യിൽ തന്ന എത്ര ഭാഗ്യവാനാ! നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മൾ ചുമക്കാൻ, പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ, വായിക്കാൻ തന്നത് ഈ ലോകത്തിൽ സ്തോത്രം പ്രധാനമന്ത്രിയാകുന്നതിനേക്കാളും സർവ്വലോകത്തിന്റെയും അധിപതിയാകുന്നതിനേക്കാളും ശ്രേഷ്ഠമാ. സ്തോത്രം. ദാവീദ് എഴുതിയതാ നമ്മൾ വായിക്കുന്നത്. തമ്പുരാനോടുള്ള ദൈവീക വാഗ്ദത്വമാണ് നമ്മൾ വായിക്കുന്നത്. യോശുവയുടെ ജീവിതത്തിലൂടെ നടന്നതാണ്, രൂത്തിന്റെ ജീവിതത്തിലൂടെ നടന്നതാണ് നമ്മുടെ കൈകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ! കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് മഹത്വം കൊടുത്താട്. സ്തോത്രം. നമ്മുടെ അപ്പന്റെ പേരാ ഉയരുന്നത്. ഞാൻ പറയാ, എന്റെ അപ്പന്റെ പേര് ഹരീന്ദ്രൻ നായരാ. എനിക്ക് അതിനകത്തിൽ എത്ര അഭിമാനം ഉണ്ടെങ്കിൽ, എന്നെ സൃഷ്ടിച്ച, സർവ്വതും സൃഷ്ടിച്ച, നിത്യതയുടെ തുറമുഖത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത് 33 തിരുവയസ്സ് വരെ സ്തോത്രം ഈ ലോകത്തിൽ വന്ന് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ സ്തോത്രം ചെയ്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളും വീര്യപ്രവർത്തികളാലും എല്ലാം ചെയ്ത് ശിഷ്യന്മാരെ ഉറപ്പിച്ച് സ്തോത്രം ക്രൂശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ച് വീണ്ടും വരാം, നമ്മെ ചേർക്കാം, നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്തവന്റെ സന്തതിയാ. നമ്മൾ എത്ര മഹത്വമുള്ളവരാ! നമ്മളെ കീടമല്ല, കൃമിയല്ല, പുല്ലല്ല, ഒന്നുമല്ല. നമ്മൾ ശ്രേഷ്ഠതയേറിയതാ. കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, സൃഷ്ടിയുടെ മകുടോ ഉദാഹരണമാണ് നാം ഓരോരുത്തരും. സർവത്തിനെയും ഭരിക്കുവാൻ അധികാരമേൽപ്പിച്ചതാണ്. തമ്പുരാൻ കഴിഞ്ഞാൽ സർവത്തിനെയും ഭരിക്കുവാൻ. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം, പുതിയ നിയമ പ്രമാണത്തിൽ തമ്പുരാൻ നമ്മളിലൂടെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. നാം ഒരു ഉത്തോലകമായിട്ട് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. നാം പ്രവർത്തിച്ചില്ലെങ്കിൽ കഴുതയിലൂടെ ദൈവം പ്രവർത്തിക്കും. നാം പ്രവർത്തിച്ചില്ലെങ്കിൽ കോഴിയിലൂടെ ദൈവം പ്രവർത്തിക്കും. പത്രോസേ, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കോഴി കൂവി, പത്രോസിന് മാനസാന്തരം വന്നു. കഴുത സംസാരിച്ചു, ബിലെയാമിന് ബോധം വന്നു. അങ്ങനെയുള്ളെങ്കിൽ നാം പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്തതിനെ ദൈവം തിരഞ്ഞെടുക്കും. നമ്മളായിരിക്കുന്ന ദേശത്തെ, കുടുംബത്തെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുന്ന പ്രിയ അഭിഷിക്ത ദാസീദാസന്മാരെ, നാം ആയിരിക്കുന്ന ഈ സത്യസന്ദേശം, ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ രചിതമായ ജീവനുള്ള വചനം, ജീവന്റെ ഉടയവനായ നമ്മളുടെ സ്തോത്രം പിതാവിന്റെ വാക്ക്, ക്രിസ്തുവിന്റെ വാക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉയരണം, 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 ഉയരണം. ഉയർത്തേ മതിയാവൂ. അത് നിത്യയുടെ തുറമുഖത്തെത്തുമ്പോൾ നമുക്ക് ഏറിയ
പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് പറയുന്നത്, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഒരു ശിക്ഷയുണ്ടെന്ന് സ്തോത്രം ദാവീദിനറിയായിരുന്നു. പാപം ചെയ്ത ദാവീദിനെ ശിക്ഷ അനുഭവിക്കുമെന്ന് നല്ല ബോധം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് പറയുവാണ്, നിന്റെ ക്രോധത്തിൽ എന്നെ ജന്മിപ്പിക്കരുതേ, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. അപ്പൊ ഒന്നാമതായി നമ്മുടെ പാപത്തിൽ ശിക്ഷയുണ്ടെന്ന് മനസ്സിലാക്കണം. മാനുഷിക പാപത്തിൽ ശിക്ഷയുണ്ട്. സ്തോത്രം. അതിൽ ക്രോധമായി വരികയും ചെയ്യും. ആ ക്രോധത്തിന്റെ നടുവിൽ ഞാൻ തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ പാപം ചെയ്തപ്പോൾ ഞാൻ തളർന്നിരിക്കുന്നു, എന്റെ മേൽ ദൈവത്തിന്റെ കോപമുണ്ടാവുമെന്ന് ദാവീദ് അടിവരയിട്ട് പറയുന്ന സങ്കീർത്തനങ്ങളുണ്ട്. സ്തോത്രം. അതിനുശേഷം പറയുക, യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. നാം പാപത്തിനൊരു ശിക്ഷയുണ്ടെന്ന് നാം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മുടെ സന്നിധിയിൽ വരും. നാം ശാരീരികമായി പാപം ചെയ്താൽ നമ്മുടെ പ്രാണൻ ബലഹീനമായി പോവും. ശത്രു അതിനെ സ്തോത്രം പാറ്റുവാൻ, പത്രോസേ നിന്നെ പിശാച് പല പ്രാവശ്യം പാറ്റുവാൻ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് സമ്മതിച്ചില്ല. പ്രിയ മനോജെ, നിന്നെ പല പ്രാവശ്യം ശത്രു പാറ്റുവാൻ നോക്കി. സ്തോത്രം. ഞാൻ അതിന് സമ്മതിച്ചില്ല. എന്താണെന്നറിയാവോ? എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം, യഹോവേ തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ. ആ വിടുവിക്കുന്ന ദൈവമാ. സ്തോത്രം. വിടുവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിടുവിച്ച് ഉയർത്തുന്ന ദൈവമാ. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ വിടുവിക്കുമ്പോൾ, സ്വതന്ത്രമാക്കുമ്പോൾ, സ്തോത്രം, അവനെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മാർഗം കാണിക്കാം, അവൻ അതിന്റെ ഏർപ്പാട് കഴിഞ്ഞ് അവൻ മാറിപ്പോവും. സ്തോത്രം. എന്നാൽ നാം വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മെ വിശ്വസ്തയോടെ ചില ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിക്കും. സ്തോത്രം. ദൈവമക്കളാകും, ശിഷ്യന്മാരാകും, അപ്പോസ്തലന്മാരാകും. അങ്ങനെ പടിപടിയായിട്ട് ദൈവം ഉയർത്തുവാനിടയാകും. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുക, നീയോ യഹോവേ എത്രത്തോളം, യഹോവേ തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കരുണ നിമിത്തം എന്നെ കേൾക്കണമേ. മരണത്തിൽ നിന്ന് എന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. പാപം ചെയ്യുമ്പോൾ ഞരക്കമുണ്ടാകും. സ്തോത്രം. മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. ആ ഞരക്കത്തിൽ ഇങ്ങനെ പറയുവാണ്, രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ഈ കാലയളവിൽ സ്തോത്രം പാപം ചെയ്തവർ, സ്തോത്രം കർത്താവിൽ നിന്ന് പിൻവാങ്ങിയവർ രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. സ്തോത്രം. പഴയകാല ശുശ്രൂഷകനായിരുന്ന സ്തോത്രം യാക്കോബ് ക്ഷീണിച്ച് അവശനായി ഇരുന്ന സമയത്ത് കല്ലെടുത്ത് തലയണയായി മാറ്റി. അവൻ ആ തലയണ ഭാരമേറിയ വസ്തുവിന്മേൽ കിടന്ന് സ്തോത്രം മനകുരുകി കഴിഞ്ഞപ്പോൾ സർവത്തിന്റെ അന്ധകാരത്തിൽ നിന്നും അവനൊരു ദർശനം മുൻപോട്ട് കൊടുത്തു. അതുകൊണ്ട് അവൻ ഓടാനായിട്ട് തീർന്നു. അവന്റെ തലയ്ക്കൽ ഇരിക്കുന്ന കല്ല് ഭാരമായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദർശനം നൽകിയപ്പോൾ അവൻ അവിടുന്ന് ഓടുവാൻ തുടങ്ങി. അവന്റെ ക്ഷീണം മാറി. സ്തോത്രം. അതാണ് പറഞ്ഞത്, രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്നവരെ എന്നെ വിടുവിക്കുവിൻ. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എന്റെ പ്രാണനെ കൈക്കൊള്ളും. എന്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിച്ച് അവൻ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. പെട്ടെന്ന് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവല്ല, അവൻ നാണിച്ചു പോകും. സ്തോത്രം. നമ്മളും നാണിച്ചില്ലേ പല പ്രാവശ്യം? പക്ഷേ ദൈവത്തിന്റെ സന്നിധി വന്നപ്പം നമ്മുടെ നാണമെല്ലാം മാറി ദൈവത്തിനു വേണ്ടി ശക്തിയോടെ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയം തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ സ്തോത്രം വീഡിയോ ഓൺ ആക്കി വരണം. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ദൈവം ചെയ്യും. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഒരു വാക്കോട് ഞാൻ ഇറക്കി പറയാം, നാം സാധാരണ വിശ്വാസികളല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ശിഷ്യഗണങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരെയും ശുശ്രൂഷിക്കേണ്ടവരാണ്.
12 ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെക്കാളും ക്രിസ്തു എന്ന സ്തോത്രം ദൈവത്തിന്റെ ദാനം നമ്മളിലിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നു. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവമാ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാ. മരണത്തിന്റെ പാശത്തിൽ നിന്നും എന്നെയും എന്റെ തലമുറയെയും നമ്മുടെ സന്തതികളെയും നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നടുവിൽ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ അഴിച്ചത് സ്വതന്ത്രമാക്കി. സ്തോത്രം. ലാസറിനെ കെട്ടിവെച്ചത്, അടക്കം ചെയ്തത്, നാട്യം വഹിച്ചത് സ്തോത്രം ദൈവത്തിന്റെ വചനം കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ വചനം കൊണ്ട്, അവന്റെ വായിലൂടെ വന്ന വചനം, അതായത് ഈ തിരുവചനത്തിന്റെ സത്യം, അതിനെ പോയി സ്വതന്ത്രമാക്കി വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുക, ആരാണോ കെട്ടിയത് ഇതിനെ അഴിച്ചു വിടുവിൻ, അവനെ സ്വതന്ത്രമാകട്ടെ. കെട്ടിയവരെ കൊണ്ട് അഴിപ്പിക്കുന്ന ദൈവമാണ്. നാം അഴിക്കാനും ഒന്നും പോകണ്ട. ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിലൂടെ, അതെ, വിശ്വാസം നമ്മുടെ നാവിലൂടെ പ്രവചിച്ചാട്ടെ. ഞാനത് നേടും, എനിക്ക് എന്ന വാഗ്ദത്തം സംഭവിക്കും. നിങ്ങൾ ഉരുവിട്ട് പറ, ശത്രു ഓടിപ്പോവും. സ്തോത്രം. നമ്മൾ ഉറച്ചു നിന്നാലുണ്ടല്ലോ, ദേശത്തിന്റെ നടുവിൽ നാം കുടുംബത്തിൽ ഉറച്ചു നിന്നാൽ, ഒരുപക്ഷെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ടായിരിക്കാം. ഞാൻ അവരോട് പറയുക, നിങ്ങളായിരിക്കുന്ന കുടുംബത്തെ ദൈവസ്നേഹം കളയാതെ ദൈവസന്നിധിയിൽ മുട്ടിമടക്കി പ്രാർത്ഥിക്ക്. പിറുപിറുക്കണ്ട, ആരോടും പരാതി പറയണ്ട. ഒരു ഹന്ന ആലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന ദൈവപുരുഷനായ ശുശ്രൂഷകന് മനസ്സിലായില്ല ഹന്ന എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷെ ഹന്നയെ ഉണ്ടാക്കിയ ദൈവം ഹന്നയുടെ ചുണ്ടനക്കം നെടുവീർപ്പ് കണ്ട് അവക്ക് പ്രാർത്ഥിച്ചതവനെ കൊടുത്തു. എന്നെ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? എനിക്കൊരു മകനെ തരുവാണെങ്കിൽ ഞാൻ അത് ദൈവസന്നിധി ചെയ്യും. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങളുടെ മേൽ തലമേൽ കിടക്കുന്ന, നിങ്ങളുടെ സന്തതി മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങൾ പറ. അത് നിങ്ങളുടെ കരങ്ങളിൽ ഏന്തി അടുത്ത ദിവസം നിങ്ങൾ ആലയത്തിലേക്ക് ചെല്ലും. ഒരുപക്ഷെ പുരോഹിതൻ അറിയത്തില്ല, പ്രവാചകൻ അറിയത്തില്ല, രാജാവിന് അറിയില്ല, കൂടെ പായിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ അറിയത്തില്ല. പക്ഷെ ദൈവം അറിയുന്നുണ്ട്. സുശീല ആന്റി, ബിന്ദുശ്രീ, ദൈവം അറിയുന്നുണ്ട്. പ്രാർത്ഥന മോളി ആന്റി, ദൈവം അറിയുന്നുണ്ട്. പറ, എന്റെ നാവിലൂടെ പറയണം. സ്തോത്രം. നമ്മൾ മക്കളെ വിളിക്കത്തില്ലേ, ഏബലെ ഏടനെന്ന് വിളിക്കത്തില്ലേ, അതുപോലെ പറ, വിളിച്ചു പറ, ഞാൻ അപ്പന്റെ മോന, സ്തോത്രം, മകളാ, എന്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കുന്നു പറ. ഇത് കേട്ട് ശത്രു ഓടും. സ്തോത്രം. വചനം അത് വ്യാപരിച്ച് സ്വതന്ത്രമാകേണ്ടുന്ന മേഖലകളിൽ സ്വതന്ത്രമാക്കി ദേശത്തിന്റെ നടുവിൽ സാക്ഷ്യം വഹിക്കേണ്ടുന്ന കുടുംബങ്ങളാ. നിങ്ങൾ സാധാരണ വിശ്വാസികളല്ല, ദൈവരാജ്യത്തിലുള്ള ശുശ്രൂഷകന്മാരാ, ശിഷ്യഗണങ്ങളാ. 2025 നിങ്ങളെ ശിഷ്യഗണങ്ങളാക്കി നിങ്ങളായിരിക്കുന്ന ദേശത്തെ കുടുംബത്തെ അനേക പേരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ, നിങ്ങൾ മുട്ടുമടക്കുന്ന മേഖലകളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. സ്തോത്രം. പഴയ കാലങ്ങളിൽ ദൂതം പ്രവർത്തിക്കുമായിരുന്നു, വസ്തുക്കൾ പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ സാക്ഷാൽ ദൈവം നമ്മുടെ അകത്ത് കുടികൊള്ളുന്നെങ്കിൽ, പരിശുദ്ധാത്മ കുടികൊള്ളുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ സാധിക്കാത്ത ഒന്നുമില്ല. ദൈവമക്കളെ, സ്തോത്രം. പുരുഷ ബന്ധത്തിൽ ഏർപ്പെടാത്ത മറിയയുടെ ഉദരത്തിൽ തമ്പുരാൻ പരിശുദ്ധാത്മാവ് കൊടുത്തപ്പോൾ ജീവനുള്ളതായി തീർന്നു. എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്തോത്രം ഫയലായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ നന്മയായിരിക്കാം, അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ അത് ജീവനായി വ്യാപരിക്കുമെന്ന്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കും നമുക്ക് ഇത്രയും സമയത്ത് ദൈവദാസിക്കും കുടുംബത്തിനും നിങ്ങൾ ഓരോ പ്രിയ മാതാപിതാക്കൾക്കും എന്നെ കേട്ട എല്ലാവർക്കും വളരെ നന്ദി. എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിക്കുവാൻ ബിന്ദുവിനെ കർത്താവ് അനുഗ്രഹിച്ചു. അത് വായിച്ച് പ്രബോധിപ്പിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രിയ മനോജ് ഹരീന്ദ്രനെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇനിയും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ സൂം മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ടും നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന കുടുംബങ്ങളെ വഹിച്ചുകൊണ്ടും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ക്രൂശിലൂടെ അങ്ങ് കാണിച്ച രക്തത്തിന്റെ വിലയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മരിച്ചു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ജീവനോടെ ചൈതന്യത്തോടെ ദേശത്തിന്റെ നടുവിൽ നിർത്തണമേ. സ്തോത്രം. അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങളല്ലേ ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും അങ്ങ് നിറവേറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് സ്തോത്രം ദാവീദിനോടുള്ള വാഗ്ദത്തം പറഞ്ഞത് അത് ജഡമായി തീർന്ന് സ്തോത്ര
ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം മറിയയുടെ ഉദരത്തിൽ ഉരുവാകും എന്ന് സ്തോത്രം പ്രവാചകന്മാർ പറഞ്ഞ് ദാവീദിനെ ഉറപ്പിച്ച ദൈവത്തിന്റെ മക്കളാകുന്ന ഞങ്ങൾ സ്തോത്രം തിരുസന്നിധിയിലെ ഓരോ കുടുംബങ്ങളെയും ജീവനും ചൈതന്യമുള്ളതാക്കി തീർപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ഈ സൂമിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ചില ചലനങ്ങൾ ഈ സൂമ മൂലം ഉണ്ടാകുവാൻ, ചില ദേശത്തിന്റെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം, ഇതിലെ ശിക്ഷകണങ്ങളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, മുൻനിരയിൽ നിൽക്കുന്ന ഓരോ ദൈവ കുഞ്ഞുങ്ങളെയും തളർന്നിരിക്കുന്ന ചില മുലങ്കാളുകളെ മടക്കുവാൻ തക്കവണ്ണം കർത്താവരെ സൗഖ്യത്തോടെ ബലത്തോടെ ദേശത്തിന്റെ നടുവിൽ നിർത്തണമേ. ഈ സൂമിൽ അനേക പേർ വന്ന് പാർക്കട്ടെ. ഈ സൂമിന്റെ തണലിൽ അനേക പേർ പ്രവചനങ്ങൾ കേൾക്കട്ടെ. ഈ സൂമിന്റെ നടുവിൽ അനേക പേർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ. അവർ മടങ്ങിപ്പോയി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ വേല ചെയ്യുവാൻ സ്തോത്രം അങ്ങ് സഹായിക്കണമേ. ആദിമ നൂറ്റാണ്ടിൽ ചിഹ്നിച്ചിരുന്ന സഭ, സ്തോത്രം ചിഹ്നിച്ചിരുന്ന അഭിഷിക്തന്മാർ, വ്യക്തികൾ ചിതറിപ്പോയ സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ വേല ചെയ്ത് സഭയെ പണിഞ്ഞ് ഇത്രത്തോളം ആക്കിയല്ലോ, അങ്ങ് സഹായിച്ചല്ലോ. നോഹയോടുള്ള വാഗ്ദത്തത്തിൽ സ്തോത്രം നോഹ വിശ്വസ്തത ദൈവത്തിന്റെ സന്നിധിയിൽ ആചരിച്ചപ്പോൾ 8 കുടുംബത്തെ ഇത്രത്തോളം നടത്തിയല്ലോ. അങ്ങയുടെ മേലുള്ള വാഗ്ദത്തം സ്തോത്രം അത് പ്രവചനമായി ഈ കാലയളവിൽ ഞങ്ങളുടെ 2025 ഞങ്ങളുടെ കരങ്ങളിൽ തന്നതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 8 പെരുപ്പിച്ചതുപോലെ കർത്താവേ, ഈ ഗ്രേസ് മിനിസ്ട്രിയെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പെറ്റുപെരകട്ടെ, ഫറവോന്റെ സന്നിധിയിൽ എത്തട്ടെ. സ്തോത്രം അനേക പേർ മൂട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ മറുപടിയായി ഉയരട്ടെ. സ്തോത്രം അനേക പേരെ ആരാധനയ്ക്കായി വിട്ടുതരുവാൻ കൽപ്പിക്കുന്ന കൽപ്പനയ്ക്ക് സ്തോത്രം ചുമൽ കൊടുക്കുന്ന ദൈവകുഞ്ഞുങ്ങളായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. അനേക അഭിഷിക്തന്മാർ ഈ സൂമിൽ വന്ന് കൂടട്ടെ. അനേക പേർ ഒരേ ആത്മാവിൽ സഞ്ചരിക്കുന്നവർ കർത്താവെ, കർത്താവിന്റെ ദാസിയുമായി ചേരട്ടെ. ഇത് വലിയൊരു ബ്ലാസ്റ്ററായി സ്തോത്രം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ആശ്വാസമാകട്ടെ. കർത്താവെ, ആരോടും പറയാതെ വേദനയാലെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കണമേ. അതിന്റെ തണലിൽ അവർ വസിപ്പാൻ, തണുപ്പുള്ളവരായിരിക്കാൻ, കർത്താവിനെ മാത്രം ഉയർത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരണമേ. ഇതുവരെയും ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം, ഇനി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം. അനേക ദൈവ കുടുംബങ്ങൾ ഈ സൂമിൽ പങ്കാളികളാവട്ടെ. ശ്രുതി അങ്ങയുടെ ശ്രുതി പകരട്ടെ, അങ്ങയുടെ ശ്രുതി വളരട്ടെ. പരിവളതലമായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വീകരിച്ച് സ്വർഗം വലിയ അത്ഭുതങ്ങൾ ഈ സൂമിലൂടെ ചെയ്യട്ടെ. ചില രോഗികൾ ഈ സൂമിലൂടെ സൗഖ്യമാകട്ടെ. ചില പാപികൾ മാനസാന്തരപ്പെട്ട്, ചില പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. ഇത് കർത്താവിന്റെ വേലയ്ക്ക് 100% അനുഗ്രഹമായി തീരട്ടെ. ഇതിന് ചുമൽ കൊടുക്കുന്നവരെ എല്ലാം ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ലിങ്കുകൾ എവിടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടോ ആ ഷെയർ ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അനേക പേർക്ക് ആശ്വാസമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ശുശ്രൂഷ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ആമീൻ ആമീൻ. പ്രാർത്ഥിച്ച അഭിഷിക്തനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ആ ദേശങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. അതിനായി സിസ്റ്റർ സന്ധ്യ മനോജിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. പ്രാർത്ഥിക്കാനാണോ? നമ്മുടെ ദേശങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ രാത്രി സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി സ്തോത്രം, ഞങ്ങൾ പാർക്കുന്ന രാജ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഇരുന്ന് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങളുടെ ദേശത്തെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ ഭരണാധികാരികളോട് ഇടപെടുമാറാകണമേ. കർത്താവെ, സുവിശേഷത്തിനെതിരായ ഒരു ശക്തിയും എഴുന്നേൽപ്പാൻ അനുവദിക്കരുതേ. ദൈവാത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ രാജ്യത്തിന്മേൽ വ്യാപരിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളും സുവിശേഷീകരിക്കപ്പെടട്ടെ. സുവിശേഷ വിരോധികൾ സുവിശേഷ സ്നേഹികളായി തീരട്ടെ. കർത്താവേ, ദൈവവചനം എത്തിയിട്ടില്ലാത്ത ഭവനങ്ങളിൽ, വ്യക്തികളിൽ, ദേശങ്ങളിൽ കർത്താവേ, ദൈവവചനവുമായി ചില പ്രിയപ്പെട്ടവരെ അയക്കണമേ. സമർപ്പണമുള്ള ദൈവവേലക്കാരെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ലജ്ജ കൂടാതെ യേശു ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ
ഒരു പറ്റ യൗവനക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകണമേ. കർത്താവേ, ഞാൻ പാർക്കുന്ന എന്റെ ദേശം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദേശം വിടുവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അയൽഭവനങ്ങൾ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ വിടുവിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ദേശത്തെ അയൽഭവനങ്ങളെ കർത്താവെ, പ്രിയപ്പെട്ടവരെല്ലാം അവകാശം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണം. അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ ആമീൻ. പ്രാർത്ഥിച്ച സന്ധ്യ മനോജിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി സാറാമ്മയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ആനിയാണോ? ആനി പ്രാർത്ഥിച്ച്. ആനിയുണ്ട്, ജെയിനിയുണ്ട്, ഓരോരുത്തർ പ്രാർത്ഥിക്കങ്ങ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പ്രിയദാസിയിൽ കൂടി കേട്ട വചനത്തെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ എല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ വലിയവനായ ദൈവം കർത്താവേ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ഞങ്ങളുടെ തലമുറകളായിരിക്കുമ്പോൾ കർത്താവേ, ഒന്നുപോലും നഷ്ടമായി പോകുവാൻ കർത്താവേ, പാപക്കുഴിയിൽ വീഴുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ നേർവഴിക്ക് നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വചനം വിട്ട് കർത്താവെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെവിടെയായിരുന്നാലും കർത്താവെ, എൻ്റെ അപ്പായെ പിൻപറ്റി ജീവിക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ദുഷ്ടനായവൻ അവരുടെ മേൽ ദൃഷ്ടി വെക്കാൻ എൻ്റെ അപ്പ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പാടെ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയും മകനെ മകളെ ഇതാ നിന്റെ വഴി എന്ന് പറഞ്ഞ് ദൃഷ്ടി വെച്ച് ആലോചന വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെവിടെയായിരുന്നാലും എൻ്റെ അപ്പ ദൂതന്മാരെ കാവൽ ചെയ്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന മക്കൾ ഉണ്ടല്ലോ കർത്താവേ, എല്ലാ വാതിലുകളും കൊട്ടിയടയുമ്പോൾ പുതുവഴികളെ തുറക്കാൻ കഴിവുള്ള എൻ്റെ സർവേശ്വരന്റെ പാദപീഠത്തിങ്കിലേക്ക് സമസ്ത വിഷയങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന് ഞാൻ മറുപടി നൽകാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ കർമ്മേൽ ഗ്രൂപ്പിൽ കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട ഐക്യമത്യത്തോടെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും കർത്താവേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരേ ഒരു വഴി, ഒരേ ഒരിടം, അതെൻ്റെ അപ്പായുടെ പാദപീഠം മാത്രമാണ് കർത്താവേ. സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും കർത്താവേ, രക്ഷയ്ക്കായി എൻ്റെ പിതാവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഐക്യപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയിട്ടില്ലല്ലോ കർത്താവേ. കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടുമില്ല കർത്താവേ. വിവാഹപ്രായം തികഞ്ഞിട്ടും തക്കതായ കർത്താവെ, തക്കതായ തുണകളെ ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉള്ളവരുണ്ട് കർത്താവെ. ഈ 2025 കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട തുണകളെ ഒരുക്കി കർത്താവെ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം കൊടുത്ത് അങ്ങയുടെ മക്കളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തലചായ്ക്കാൻ സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട് കർത്താവെ. വാടകയ്ക്ക് താമസിക്കുന്ന വാടക പോലും കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. അങ്ങയുടെ മക്കൾ ഈ പാദപീഠത്തിലായിരിക്കുമ്പോൾ പിതാവേ, തലചായ്ക്കാൻ ഒരിടം ആവശ്യമെന്ന് എൻ്റെ അപ്പ അറിയുന്നുണ്ടല്ലോ കർത്താവേ. നിന്റെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേക രോഗികൾ ഉണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ വലിയവനായ ദൈവം കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പാ, നീ ആരോഗ്യത്തോടെ ആയുസ്സോടെ ബലത്തോടെ നടത്തും
നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ഭൂമിയിൽ തരുന്ന ആയുസ് കർത്താവെ ആരോഗ്യത്തോടെ ബലത്തോടെ യേശുവെ ജീവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ ഒരു മനുഷ്യരിലും ആശ്രയം വെക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത്, എന്റെ ദൈവത്തിൽ ആശ്രയിച്ചോളുക എന്ന് തിരുവചനം പറയുന്നത് പോലെ ഞങ്ങളുടെ എല്ലാ വേദനകളും കർത്താവെ എന്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയവനായ ദൈവം കർത്താവെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിയുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ അപ്പാ. യേശുവെ, നീ കണ്ണുനീർ മറികടന്നു പോകുന്ന ദൈവമല്ലല്ലോ കർത്താവെ. ചതഞ്ഞോടെ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, ഹൃദയ നുറുക്കത്തോടെ വിറയലാർന്ന കരങ്ങളോടെ ഭയഭക്തിയോടെ അപ്പാ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ സമസ്ത വേദനകളെയും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ എന്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കർമ്മൽ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന, ഇന്ന് വചനം ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന, സങ്കീർത്തനം പ്രബോധിപ്പിച്ച ദാസനെ ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാവരെയും അത്യന്തം ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കേൾക്കുവാൻ, ഞങ്ങളെ സംതൃപ്തരാക്കുവാൻ എന്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ ആമീൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിച്ച സുശീല സിസ്റ്ററിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളുടെ ഉണർവിനായി പ്രാർത്ഥിക്കാം, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് സിസ്റ്റർ ഗ്രേസ് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള സകല കുടുംബങ്ങളെയും രാത്രികാലം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും എല്ലാ കുടുംബങ്ങളെയും പരിപാലിച്ചപ്പന്റെ പരിപാലനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അപ്പാ, ഈ രാത്രി കാലം കർത്താവേ, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരമാ. അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാകയാൽ കർത്താവെ, ഞങ്ങൾ ആവലോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരും കർത്താവെ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ശക്തവും വ്യക്തമായ രാത്രികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുക കർത്താവെ. ആദ്യോടെന്താ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേട്ടതിനായി സ്തോത്ര. യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, യഹോവ ഞങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പാ, അവിടെ ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുക സ്വർഗമേ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ലോകരാജ്യങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ കർത്താവെ, ഞങ്ങളൊക്കെ പാർക്കുന്ന രാജ്യങ്ങളിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ ശബ്ദം അയക്കുമ്പോൾ അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അതിന്റെ വചനം അങ്ങയുടേതായിരിക്കുമല്ലോ, അതയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുമല്ലോ അപ്പാ. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടൊക്കെ കർത്താവെ അപ്പാ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങളൊക്കെയും അപ്പച്ച അവിടുന്ന് സൗരഭ്യവാസനയുള്ള ആരാധനയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം. ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളുകളില് പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ കർത്താവെ അങ്ങയുടെ തിരുവചന ശക്തിയോടെ പ്രബലപ്പെടുവല്ല കർത്താവെ. ഭരണാധികാരികളോട് ദൈവ ശക്തമായി ഇടപെടണമേ കർത്താവെ. അപ്പച്ച തന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കായെന്ന് കൽപ്പിച്ച കർത്താവെ, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ഫറവോൻ മനസ്സ് കഠിനപ്പെട്ടതുപോലെ കർത്താവെ, ദൈവജനത്തിന് ദൈവ മക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ അധികാരികളോടും ദൈവ ശക്തമായി ഇടപെടണമേ. അനേക രാജ്യങ്ങളിൽ നിന്ന് സുവിശേഷത്തിന്റെ വെളിച്ചം ചെന്നെത്താത്ത
രാജ്യങ്ങളുണ്ട് കർത്താവെ. അവരെയൊക്കെ ഞങ്ങൾ ആ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ അവകാശത്തോടെ പ്രാർത്ഥിക്കുക. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവെ, ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു കണ്ടില്ല എന്ന് അങ്ങയുടെ വചനം ഓർപ്പിക്കുമ്പോൾ ആത്മഭാരത്തോടെ കർത്താവ് ഒരു നെഗമ്യാവിനെ പോലെ കണ്ണുനീരോടെ ദേശത്തിന് വേണ്ടി ഇടിഞ്ഞു വിടുക്കുന്ന ആലയങ്ങൾക്ക് വേണ്ടി കർത്താവെ, നശിച്ചുപോകുന്ന ജനതയ്ക്ക് വേണ്ടി ആത്മഭാരത്തോടും കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും അപ്പന്റെ പാതപിടത്തിൽ നിലവിളിപ്പ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രപ്പച്ച, കരുണ തോന്നണ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ലോകരാജ്യങ്ങളിൽ പാർക്കുന്നുണ്ട് കർത്താവ്. അങ്ങയുടെ നാമത്തിന് വേണ്ടി ചുമല് കൊടുക്കുക. ശക്തന്മാരായ പ്രവാചകന്മാരായ അഭിഷക്തന്മാരായ സുവിശേഷകരായ ഒക്കെ കർത്താവെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. തകർന്ന മനസ്സുമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറുന്ന കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം. മഞ്ജുഷയോ അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കേണ്ട പൈതലിന് കർത്താവെ ഒരു പാർട്ട് ടൈം ജോലി കൊടുക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെങ്കില് കർത്താവെ, അവൾ ആ സ്ഥാപനത്തിൽ കാല് വയ്ക്കുമ്പോൾ അവൾക്ക് അതൊരു ഫുൾ ടൈം ജോലിയായി മാറുവാൻ തക്കോണം. അതല്ല എങ്കില് അതിന്റെ മകൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആരാധനയ്ക്കോട് ചേർന്ന് നിൽക്കത്തക്ക നിലവാരത്തിന്റെ പൈതലിനൊരു വലിയ വാതിലുകളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള കർത്താവ്, അനേക കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ, അവർക്ക് വേണ്ടി അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലല്ലോ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളുടെ യുവാക്കന്മാരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥി. ഇന്ന് രാത്രി കാലം ദൈവവചനത്തിന് മുൻപിൽ കുഞ്ഞുങ്ങള് ഏതൊക്കെ വിഷയവുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളോട് ദൈവം ഇടപെടണമേ. അവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുമാറാകണം കർത്താവെ. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇതാനെ ഓർക്കുന്നു കർത്താവെ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് ഹാർട്ട് സംബന്ധമായി, ലങ്സ് സംബന്ധമായി, ലിവർ സംബന്ധമായി, ഉദര സംബന്ധമായി, ഞരമ്പ് സംബന്ധമായി, അസ്ഥി സംബന്ധമായി, കണ്ണ്, മൂക്ക്, ചെവി, വായ, തലച്ചോറ് സംബന്ധമായി കർത്താവെ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. മെന്റൽ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അങ്ങ് തൊട്ടാൽ അവിടുന്ന് വിടുതല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അത് സൗഖ്യമാ കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രോഗികളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരുടെയും പ്രാണനെ ദുഷ്ടൻ തൊടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ ഉയർത്തി കർത്താവെ, ദുഷ്ടനാരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ ഊടാണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഉണർന്നിരിപ്പാൻ, നിർമ്മതരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ജീവിപ്പിക്കുന്ന ഞങ്ങളുടെ കഷ്ടതയിൽ ആശ്വാസമാകുന്ന കർത്താവ്, ഞങ്ങളുടെ പാപമാകുന്ന രോഗത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. കഷ്ടത സിദ്ധത പ്രത്യാശ ഉളവാക്കുമ്പോൾ ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായി തീരുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവെ, കണ്ണുനീരോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രോധം കടന്നു പോകുവോളം കർത്താവെ ഒളിച്ചിരിക്കുമ്പോൾ നീ അല്പനേരത്തേക്ക് ഞങ്ങളെ മറച്ചാലും നിത്യകരുണയോടെ ചേർക്കുന്ന പിതാവേ. ഞങ്ങളുടെ കർത്താവെ, കടഭാരത്താൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വാടക കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്, ഉപജീവനത്തിന് മാർഗമില്ലാതെ ഭാരപ്പെടുന്നുണ്ട്, ഏകാന്തത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവെ. എന്റെ ദൈവമേ, രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായി സ്തോത്രം കർത്താവെ. ശരീരാത്മദേഹങ്ങളെല്ലാം അവിടുന്ന് രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ അനാഥരെ ഓർക്കുന്നു, വിധവമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഡോക്ടർമാരായി, നഴ്സുമാരായി, എഞ്ചിനീയർമാരൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് തകർന്ന് ഞുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോട് ദൈവമേ ഇടപെടണം. ഇന്ന് രാത്രി കാലത്തെ കൂടി വരവേറ്റവും അനുഗ്രഹമായി തീരണം. സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്ന ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ അറബി രാജ്യങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷം കർത്താവെ ശക്തിയോടെ ഉയരണം കർത്താവ്. അനേക ആയിരങ്ങളെ വിടിവിക്കപ്പെടുവാൻ കർത്താവ് ഓരോ രാജ്യങ്ങളാക്കിയിരിക്കുന്ന അഭിഷിക്തന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ദിവസവും നടക്കുന്ന മീറ്റിങ്ങിനെ അതിൽ കയറി വചനം സംസാരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിപാസതയെ വെള്ളിയാഴ്ച ഞങ്ങളുടെ മീറ്റിങ്ങിൽ പ്രസംഗിപ്പാൻ തക്കവണ്ണം നിന്റെ മകന് സാഹചര്യം ഒക്കെ ഒരുക്കി കൊടുക്കണമേ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തവും വ്യക്തമായി ഇടപെടണമേ. ഇന്ന് രാത്രി കാലം വചനവുമായി നിൽക്കുന്ന മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറിയ തിരക്കുകൾക്കിടയിലൊക്കെ കർത്താവെ, കുടുംബം ഞങ്ങളോട്, ഞങ്ങളുടെ മിനിസ്ട്രിയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും വിശ്വസ്തതയ്ക്കും കർത്താവെ
പ്രതിഫലം കൊടുത്ത് മാനിക്കണം. എന്റെ മകളിൽ കൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി കാലം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഓരോ കുടുംബങ്ങളെ, ഓരോ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. എന്റെ വചനം അപ്പൊ ആ ജീവയിപ്പിക്കുന്ന വചനമാ ഇരുവായ്ത്തലുകളെ ഏത് വാളിനേക്കാളും പ്രാണനെ, സന്ധിമച്ചകളെ, ആത്മാവിന്റെ ഛേദനകളെ തുളച്ചു വരുന്ന ദൈവവചനത്തിന് മുൻപ് ഭയത്തോടും വിറയലോടും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. നിന്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദമെടുത്തിരിക്കട്ടെ. കയറാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം കൂട്ടി വരുത്തണം. ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സകല പ്രിയപ്പെട്ടവരെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥി. എല്ലാ പിഞ്ചു പൈതങ്ങളെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. സാഹചര്യമൊക്കെ അനുകൂലമാക്കി തരണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബലഹീന അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. എന്റെ ജീവിതത്തിന്റെ കുറവാട് നന്മയ്ക്കും അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് യാതൊരു മറുപടി തരണമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. നിർവയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, 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 ആമേൻ. മാമേ, അമീൻ, അമീൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിച്ച ഗ്രേസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ സന്ധ്യ മനോജിനെ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കാലോ? Praise the പ്രൈസ് ദി Lord. ലോർഡ്. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് Praise the Lord. കൈയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കേരളത്തിലാണ്. പകലെല്ലാം നല്ല ജോലിയായിരുന്നു. എനിക്ക് ഉറങ്ങേണ്ട സമയമായി. നിങ്ങളെല്ലാരും ഉറങ്ങിയാൽ ഞാനും ഉറങ്ങും. അതുകൊണ്ട് എല്ലാരും ഒന്ന് വീഡിയോയിൽ വന്നേ. ബിന്ദു ആന്റി നല്ല ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ആന്റിയുടെ മുഖവും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. എല്ലാരും ഒരു നിമിഷം വീഡിയോയിൽ വന്നേ. നമുക്ക് മുഖം കണ്ട് കർത്താവിനെ ആരാധിക്കാം. അതല്ലേ ഒരു സന്തോഷം. ഞാനും കേരളത്തിലെ, ഞാൻ കായംകുളക്കാരിയാവാ സിസ്റ്റർ. സാഹചര്യമുള്ള എല്ലാവരും വീഡിയോയിൽ വരണം. നമുക്ക് ഒരു നിമിഷം കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. പകൽ മുഴുവൻ നമ്മളെ വിടിവിച്ച ഒരു കർത്താവ്, നമ്മളെ സൂക്ഷിച്ച കർത്താവ്. നമ്മളെല്ലാവരും വിവിധ ഇടങ്ങളിലായിരുന്നു, വിവിധ സാഹചര്യത്തിലായിരുന്നു. ഇന്ന് പകൽ യാത്ര ചെയ്ത് നമ്മളെല്ലാവരും പല സാഹചര്യങ്ങളിൽ പല വാഹനങ്ങളിൽ യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നില്ലേ? ചില ഡിവൈസ് ഓൺ ആയി കിടപ്പുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യണം. എന്നിട്ട് സന്ധ്യയെ കോഹോസ്റ്റ് ഒന്നാക്കി, സന്ധ്യയെ കോഹോസ്റ്റ് ആക്കി. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ഇന്ന് പകൽ മുഴുവൻ നമ്മളെ സൂക്ഷിച്ച കർത്താവിന് നമുക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വിടുവിച്ചവർ കർത്താവ് എത്രത്തോളം വിടുവിച്ചോ ആ വിടുവിച്ചതിനനുസരിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. നമ്മെ സൂക്ഷിച്ച, നമ്മെ പരിപാലിച്ച, നമ്മെ നടത്തിയ ഒരു നല്ല അരുമനാഥന്റെ അടുക്കലാണ് നാം കടന്നു വന്നത്. നമ്മുടെ ക്ഷീണങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ സകലത്തെ വഹിച്ച ഒരു നല്ല കർത്താവിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം വഹിക്കുന്നവൻ. നമ്മുടെ സകല വിഷയത്തിലും കർത്തൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം ക്ഷീണിച്ചിരിക്കരുത്, മടുത്തു പോകരുത്. പാട്ട് പാടാൻ ഇഷ്ടമുണ്ടോ? നന്നായി പാട്ട് പാടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി ഒരു 2 മിനിറ്റ് കർത്താവിനെ ആരാധിക്കാം. അന്യഭാഷയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ശാരീരിക ക്ഷീണങ്ങൾ മറന്ന്, രോഗങ്ങൾ മറന്ന്, മനസ്സിന്റെ ഭാരങ്ങൾ മറന്ന് കർത്താവിനെ സ്തുതിച്ച് ഈ രാത്രിയിൽ വിടുതൽ ഏറ്റെടുക്കുവാൻ. വിടുതൽ നമ്മുടെ പക്കലുണ്ട്, അത് നാം ഏറ്റെടുക്കണം. വിടുതൽ അടുത്തുനിന്ന് വരുന്നതല്ല, എന്നിൽ നിന്ന് വരുന്നതല്ല, നമ്മുടെ അടുക്കൽ നിന്ന് വരുന്നതല്ല. നമ്മളിൽ, വ്യക്തികളിൽ കർത്താവ് തന്നിരിക്കുന്നതാണ് വിടുതൽ. അത് വിശ്വാസത്താൽ നാം ഏറ്റെടുക്കണം. താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ അടിച്ച്, സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ 10 കമ്പിയുള്ള നാദം കൊണ്ട് നമുക്ക് കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ആരെങ്കിലും പാട്ട് പാടുവാ? അതോ ഞാൻ പാടണോ?
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. നമ്മുടെ ജീവിക്കുന്നു. നമ്മുടെ ജീവിക്കുന്നു. ഉന്നത വിളിച്ചു ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ചോദിച്ചതല്ലേ ആയുസെല്ലാം മേനക്കായി നൽകിയിടുന്നു. ആയുസെല്ലാം മേനക്കായി നൽകിയിടുന്നു. നമ്മോടെ ജീവിക്കുന്നു. നമ്മോടെ ജീവിക്കുന്നു. നമ്മോടെ ജീവിക്കുന്നു. നമ്മോടെ ജീവിക്കുന്നു. ആമേൻ നമ്മോടെ ജീവിക്കുന്നു. ഡബല ബല ബല അക്ഷര ബട ബല റിഗ ബല ബര ബാധി ബാരഗനെ ദിഗ ബര ബട അക്ഷര ബട ബര ദിഗ ബര ബട ബല ബട ബല വക്ഷ സമര. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. ദൈവോചനവുമായ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് അരുളി ചെയ്തത് പ്രസ്താവിപ്പാൻ അടിയനോട് കൂടെ ഇരിക്കണമേ. അരുളി ചെയ്താത്തൊന്നും പറയുവാൻ എന്നെ അനുവദിക്കരുത്. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുമാറാകണം. എന്റെ ജീവിതത്തിൽ കർത്താവേ, ഈ രാത്രി ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി തീർക്കണം, ഒരു അത്ഭുതത്തിന്റെ രാത്രിയാക്കി തീർക്കണം. കേൾക്കുന്ന ദൈവവചനം ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കുമാറാകണം. ഞങ്ങളുടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നടത്തണം. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഒരു പ്രാവശ്യവും കൂടെ കർമ്മേൽ ഗ്രൂപ്പിൽ ദൈവവചനവുമായി എടുത്തു വരുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരത്തിനായ സ്തോത്രം. ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരത്തിനുമായ സ്തോത്രം. യാദൃശ്ചിക എന്ന് പറയരുത് എങ്കിൽ പോലും എങ്ങനെയെന്നോ എന്തെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ ആരംഭം എന്താണെന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഗ്രേസി ആന്റിയെ പരിചയപ്പെടുവാൻ, ഈ 2-3 ദിവസത്തിനുള്ളിൽ പരിചയപ്പെടുവാൻ കർത്താവ് ജീവിതത്തിൽ അവസരമൊരുക്കി. കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു. വളരെ സന്തോഷം. കാരണം എങ്ങും വണ്ടിക്കൂലി കൊടുത്തു പോകണ്ട, സമയം മാത്രം മതി ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട്. ലഭിക്കുന്ന അവസരങ്ങളെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ മീറ്റിംഗിൽ കടന്നു വരുവാനും പങ്കെടുക്കുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനെ സഹായിച്ചു. എന്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. എന്റെ മുൻപിൽ കർത്താവിന്റെ ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്, സഹോദരിമാരുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണം. കർത്താവ് അരുളി ചെയ്തെന്ന് മാത്രം പറയുവാൻ, അരുതാത്തത് ഒരു വാക്കുപോലും എന്റെ നാവിൽ വരാതിരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർമ്മേലിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ആദിമ പിതാക്കന്മാർ കർമ്മേലിൽ നിന്നപ്പോൾ അവിടെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ഈ കർമ്മേൽ ഗ്രൂപ്പിൽ ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. ഒരത്ഭുതം കാണുവാൻ, അതെങ്ങനെ, എന്ത്, ഏത് എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ കർത്താവിങ്കിൽ നിന്നുള്ള ഒരു അത്ഭുതം കാണുവാൻ ഈ രാത്രിയിൽ എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനായിട്ടിടയായിത്തീരും.
കാരണം യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയുടെ മുകളിൽ പർവ്വതത്തിൽ യോശുവയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോശയെ കാണുവാൻ കഴിയും. അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. മോശയോട് പോയി വെറുതെ പ്രാർത്ഥിക്കുവാനല്ല യഹോവയായ ദൈവം പറഞ്ഞത്, വ്യവസ്ഥയോടെ പ്രാർത്ഥിക്കണം. ഞാനൊരു നിമിഷം, എന്റെ സബ്ജക്റ്റ് അല്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ്, കർത്താവേ എന്റെ അവസ്ഥയെ ഓർക്കണമേ, കർത്താവേ എന്റെ അവസ്ഥ നീ നന്നായി അറിയുന്നല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ നന്നായി അറിയുന്ന ഒരു കർത്താവാണ്. പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, വ്യവസ്ഥയോടെ നിൽക്കുന്നവരുടെ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ആണോ അല്ലയോ? വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. വ്യവസ്ഥയോടെ നിൽക്കുന്നവരുടെ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന കർത്താവിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളും ഈ രാത്രിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നാം വ്യവസ്ഥയോടെ തിരുസന്നിധിയിൽ അടുത്തു വരണം. മോശ പർവ്വതത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനോട് പറഞ്ഞ വ്യവസ്ഥ എന്തായിരുന്നു? കരങ്ങൾ രണ്ടും ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങൾ ഒരിക്കലും താണുപോകരുത്. താണുപോയാൽ താഴ്വാരത്തിൽ പർവ്വതത്തിന്റെ താഴെ യുദ്ധം ചെയ്യുന്ന യോശുവ തോറ്റുപോകും. അതുകൊണ്ട് ഒരു കാരണവശാലും, മാനുഷികമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു 2-3 മിനിറ്റ് മാക്സിമം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇതൊരു കെട്ടുകഥയല്ല, ഇത് യാദൃശ്ചികമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമായ കാര്യമാണ്. കരം താണുപോകാതിരിക്കുവാൻ മോശയ്ക്കറിയാം. എന്റെ കരം, ഞാനൊരു മനുഷ്യനാണ്, എന്റെ കരം താണുപോകും. അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, യോശുവയുടെ വിജയത്തിന് ആഗ്രഹിക്കുന്ന 2 പേരെ എന്റെ കൂടെ വേണം. അങ്ങനെ മോശ തിരഞ്ഞെടുത്തു അഹരോനെയും ഹൂരിനെയും. പ്രിയമുള്ളവരെ, ഈ കാർമേലിന്റെ വിജയത്തിൽ, നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിന്റെ വിജയത്തിന് നമുക്കെല്ലാവർക്കും ഒരു മോശയാകാം, ഒരു ഹൂരാകാം, ഒരു അഹരോനാകാം. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയത്തിന്റെ മധ്യത്തിൽ യുദ്ധം ചെയ്യുവാൻ നമ്മളോട് കൂടെ ഇറങ്ങി വരും. നമ്മളോട് കൂടെ ഇറങ്ങി വരും. വിജയിച്ചവന്റെ കൂടെയാണ് ഈ രാത്രി നാം ആയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ദേശം എല്ലാം ഭയങ്കര നിശബ്ദമായിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എന്റെ ശബ്ദം എനിക്ക് തന്നെ എക്കോ അടിക്കുന്നവര്, ജനലും വാതിലും എല്ലാം അടച്ചേച്ച്. എങ്കിലും കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയോർത്താൽ, അത്ഭുതമോർത്താൽ, അർഹിക്കാത്ത നന്മകൾ തന്ന കർത്താവിനെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ പാടാതിരിക്കും, എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ സ്തുതിക്കണ്ട, നിങ്ങൾ മഹത്വപ്പെടുത്തണ്ട. കർത്താവ് നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കിയിട്ടുണ്ടെങ്കിൽ, അനുഭവിക്കുന്ന നന്മകൾ നമ്മുടെ കർത്താവ് തന്നതാണ് എന്ന് വിശ്വാസമുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. അനേകർ വീണുപോയ പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. അനേകർ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയ ഒരു രാത്രിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. പക്ഷെ ജീവനോടെ നമ്മെ കർത്താവ് ആക്കി വെച്ചതിന്റെ പിന്നിൽ എന്താണ്? ഈ ലോകത്തിലുള്ളത് ചിറക് നേടിയെടുക്കുവാനല്ല. ദൈവവചനം പറയുന്നു, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മയെ വർണ്ണിക്കുവാൻ, പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ പ്രഭാതം മുതൽ നാം ഏകദേശം 6 മണിയോ 5 മണിയോ ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നവരായിരിക്കാം. ആ എഴുന്നേറ്റ സമയം മുതൽ ഇപ്പോൾ നമുക്കിവിടെ ഇന്ത്യയിലെ 10 മണിയായി. ഈ 10 മണി വരെ നമ്മെ പരിപാലിച്ച കർത്താവിന് നമുക്ക് ശ്വസിക്കുവാൻ വായു, കുടിക്കുവാൻ വെള്ളം, സ്നേഹിപ്പാൻ പ്രിയപ്പെട്ടവര്, ധരിപ്പാൻ വസ്ത്രം, കഴിപ്പാൻ ആഹാരം, സ്വസ്ഥമായി പാർക്കുവാൻ ഭവനം, യാത്ര ചെയ്യുവാൻ വാഹനം എല്ലാം നൽകിയ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിയാട്ട്. സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ആരും ഉറങ്ങരുത്. ഉറങ്ങുന്നവർ അൺമ്യൂട്ട് ചെയ്തിട്ട് ഹല്ലേലൂയ പറയണം. സോറി, ഞങ്ങളുടെ ക്ലോക്കിൽ കേട്ടതാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അല്പനേരത്തെ വചനത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധൈര്യപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ വചനം വായിച്ച്, വേദപുസ്തകമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വേദപുസ്തകം എടുക്കണം. വായിക്കുവാൻ പറയുന്ന റെഫറൻസുകൾ സാഹചര്യമുള്ള പ്രിയപ്പെട്ടവർ വേഗത്തിൽ തിടുക്കത്തിൽ വായിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാം കേട്ടോ.
മോശയുടെ പ്രസവത്തിന്റെ സമയത്ത്, മോശയുടെ ജനന കാലഘട്ടത്തില്, ആ കാലഘട്ടത്തിലെ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂൽ സന്തതികളെയും നൈൽ നദിയിലിട്ട് കൊന്നുകളയണമെന്ന് ഫറവോൻ കൽപ്പിച്ചു, അല്ലെ? അങ്ങനെ മോശയുടെ അമ്മയുടെയും പ്രസവത്തിന്റെ സമയമായി. മോശയെ ആൺകുഞ്ഞാണെയെങ്കിൽ അവനെയും കൊല്ലുവാനായിട്ട് വളരെ തിടുക്കത്തോടെ ഫറവോൻ മോശയുടെ അമ്മയുടെ അടുക്കലേക്ക് ചില എബ്രായ സ്ത്രീകളെ പറഞ്ഞയക്കുന്നുണ്ട്, അല്ലെ? സൂതി കർമ്മിണികൾ എന്നാണ് അവിടെ പ്രസവം എടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. ഈ സൂതി കർമ്മിണികളെ കുറിച്ച് ഈ ഫറവോൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ തിറവുള്ളവരായിരുന്നു. തിറവുള്ളവരെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല കഴിവുള്ളവരായിരുന്നു, സാമർഥ്യമുള്ളവരായിരുന്നു, തിടുക്കമുള്ളവരായിരുന്നു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന, അലസതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന. പാട്ടുപാടിയാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവവചനം വായിച്ചാൽ, പ്രസംഗിച്ചാൽ, ഒരുത്തരോട് സുവിശേഷം പറഞ്ഞാൽ അത് ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യണം, തിറവോടെ നമ്മൾ ചെയ്യണം. സൂതികർമ്മിണികളെ കുറിച്ച് ഒരു ഫറവോൻ അവർ തിറവുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ കുറിച്ചും പറയണം. നാമും ദൈവവചനത്തിൽ സാമർഥ്യമുള്ള സ്ത്രീകളായിരിക്കണം, സാമർഥ്യമുള്ള സഹോദരന്മാരായിരിക്കണം, തിറവുള്ളവരായിരിക്കണം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഫിലിപ്പിയർ 3:8. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ആമേൻ. ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതുന്നതാണ്. അതിലെടുത്തു പറയുന്ന 3 പേരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും അധ്യക്ഷന്മാർക്ക് വേണ്ടിയും ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പറയുന്ന ദൈവവചനം നമുക്ക് വേണ്ടിയുള്ളത് ആണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്, പുറത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ള ഒരു കാര്യമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അതിന്റെ ഒരു വാക്കും മാത്രം ദൈവവചന ചിന്തയിലേക്ക് ഞാൻ എടുക്കുന്നു. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. പ്രിയമുള്ളവരെ, ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്. ജ്ഞാനം ലോകം നമുക്ക് തരും, പരിജ്ഞാനം പരിശുദ്ധാത്മാവ് തരും. ജ്ഞാനം ലോകം തരും, അല്ലെ? ലോകം ജ്ഞാനം തരും, അതെത്ര വേണമെങ്കിലും തരും. ഡോക്ടറേറ്റ് എടുക്കാം, റവറന്റ് ആകാം, അങ്ങനെ 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 പലതും എടുക്കാം ഈ ലോകത്തിൽ. ആ ലോകത്തിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ ജ്ഞാനമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്ഞാനമുള്ള അനേകരെ കാണാം, പക്ഷെ പരിജ്ഞാനമുള്ളവരെ അപൂർവം ചിലരെ കാണുകയുള്ളൂ. ഞാൻ എന്റെ ചിന്തയിൽ വന്നത് കൊണ്ട് ഞാൻ പറയാം. പരിജ്ഞാനം ചിലത് നമ്മുടെ ഭവനത്തിൽ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെയുള്ള ഒരു ആചാരമുണ്ട്. പ്രായമായവർ കടന്നു വന്നാൽ കസാരയിൽ നിന്ന്, അല്ലെ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് താഴെയുള്ളവർ എഴുന്നേൽക്കുക എന്നുള്ളത്, അല്ലെ? അത് അന്ന് അങ്ങനെ ഒരു സിസ്റ്റമാ. അതങ്ങനെ ശീലിച്ചു വന്നവര് ഇപ്പൊ എത്രയാന്ന് പറഞ്ഞാലും അത് ചെയ്യും. പക്ഷേ ജ്ഞാനം കൊണ്ട് ചീർത്ത ഈ തലമുറ പ്രായമായവരല്ല, ആര് വന്നാലും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കത്തില്ല. കാരണം അവർക്ക് പരിജ്ഞാനമില്ല. എഴുത്തും വായനയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിജ്ഞാനത്തിൽ ജനം ജീവിച്ചു. അപ്പോൾ ലോകം ഇത്രയും വഷളത്വത്തിൽ എത്തിയില്ല. എന്നാൽ പരിജ്ഞാനം പ്രാപിക്കുന്നവരെ ലോകം പലപ്പോഴും അവഹേളിക്കുമെങ്കിലും, ജ്ഞാനം ലോകത്തെ ചീർപ്പിക്കുമെങ്കിലും, പരിജ്ഞാനം പരിശുദ്ധാത്മാവിനെ ജനത്തിന്റെ ഉള്ളിൽ തരും. നേരെയുള്ള പാതയിൽ, ചൊവ്വയുള്ള വഴിയിൽ പരിജ്ഞാനം നടത്തും.
പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുവാനുള്ളത്, എനിക്ക് നിങ്ങൾ ആരൊക്കെയാണെന്നോ നിങ്ങളെ ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണെന്നോ ഒന്നും അറിയത്തില്ല. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. എങ്ങനെ ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ കർത്താവ് നിങ്ങളെ മാനിക്കുമാറാകട്ടെ. പക്ഷേ പരിശുദ്ധാത്മാവും കർത്താവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ അനുകാരികളായി നാം നിലനിൽക്കുമ്പോൾ നാം പരിജ്ഞാനമുള്ളവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയിലെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ദൈവഭക്തന്മാർക്കും വേണ്ടി എഴുതുന്ന ഒരു കാര്യമാണ്. സാധാരണ പുറത്തുള്ള ഒരു വ്യക്തികൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം പരിജ്ഞാനമുള്ളവരായിരിക്കണം. ജ്ഞാനം നമ്മെ ഈ ലോകത്തിലെ പലതും ചീർപ്പിക്കും, എന്നാൽ പരിജ്ഞാനം നമ്മെ നിത്യതയിൽ എത്തിക്കും. ഈ ലോകത്തിലെ ജ്ഞാനം ഈ ഭൂമി കൊണ്ട് തീർന്നു പോകുമ്പോൾ, 6 അടി മണ്ണിൽ നിന്നു പോകുമ്പോൾ, പരിജ്ഞാനം നമ്മെ നിത്യതയെ യുഗായുഗം വസിക്കുമാറാക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിജ്ഞാനത്തിൽ തികവുള്ളവരായി തീരുവാൻ, പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പരിജ്ഞാനത്തെ കുറിച്ച് 2-3 കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ചിന്തയിൽ കൊണ്ടുവന്നത് വേഗത്തിൽ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളാം. ആദ്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ആദ്യത്തേത് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മളിൽ ഉണ്ടായിരിക്കണം. ആരെക്കുറിച്ച്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കണം. രണ്ടാമത് ഇവിടെ പറയുന്നത് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാകണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തേത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്നിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നു ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്നത് എല്ലാം നാം നിർത്തിവെക്കണം. ദൈവത്തിന്റെ പരിജ്ഞാനം. ഒന്ന്, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? ശ്രേഷ്ഠതയിൽ കൊണ്ടെത്തിക്കും. ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നിശ്ചയമായി നാമും തേജസ്സിന്റെ ഉടമകളായി തീരുവാൻ കഴിയും. മൂന്നാമത് പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മുടെ മുൻപിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു പരിജ്ഞാനം പ്രാപിച്ച വിശ്വാസിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിരോധമായി പൊങ്ങി വരുന്ന സകല ജ്ഞാനത്തെയും ലോകത്തിന്റെ അറിവുകളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ അമർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. ലോകത്തിന്റെ ജ്ഞാനം നമ്മെ വീണ്ടും ചീർപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മെ നേരെയുള്ള പാതയിൽ നടത്തും. ചെയ്യേണ്ടത് എന്ത് എന്ന് നമ്മെ കാണിച്ചു തരും. ചില ഭക്തന്മാരിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു പോകാം. വേഗം ഞാൻ നിർത്തിക്കോളാം. ആരും ഉറങ്ങരുതേ. ഉറക്കം വരുന്നവര് ഹല്ലേലൂയ പറഞ്ഞോണം. ഓക്കെ, നമുക്ക് വേഗത്തിൽ ഒരു ചിന്ത ഈ പരിജ്ഞാനത്തിലൂടെ കടന്നുപോയ ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചു വെച്ച് നമുക്ക് വേഗം ഇരിക്കാം. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ശമരിയക്കാരത്തി സ്ത്രീ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശമരിയക്കാരത്തി സ്ത്രീയെ വെള്ളം കോരുവാനായി കിണറിന്റെ അടുക്കൽ കടന്നു വരുന്നു. അവർ വെള്ളം കോരുവാനായി കടന്നു വരുമ്പോൾ അവിടെ യേശു കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യേശു കടന്നു ചെന്നിച്ച് യേശു ശമരിയ സ്ത്രീയോട് എനിക്ക് കുടിക്കുവാൻ വെള്ളം വേണമെന്ന് പറയും. അവൾക്ക്, ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനം പലതും അറിയാം. കാരണം യേശു ആരാണെന്നും താൻ ആരാണ് എന്നുമുള്ള നല്ല അറിവ് ശമരിയ സ്ത്രീക്കുണ്ട്. കാരണം ഒരു യഹൂദനായിരിക്കുന്ന യഹൂദൻ ഒരിക്കലും ശമരിയ പട്ടണത്തിൽ കടക്കില്ല. ഒരു ശമരിയ സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെ ശമരിയക്കാരെന്ന് പറയുന്നത് അയിത്തമാണ്. അത് അവൾക്ക് ജ്ഞാനമുണ്ട്, അവൾക്ക് അറിവുണ്ട്. അവൾ അതിശയത്തോട് ചോദിക്കുവാണ്, നീ യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ് കുടിക്കുവാൻ? ഞാനൊരു ശമരിയ സ്ത്രീയാണ്. അപ്പൊ അവൾക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനം ഈ ശമരിയ സ്ത്രീക്കുണ്ട്.
പക്ഷെ യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ശമരിയ സ്ത്രീയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് കുടിക്കുവാൻ വെള്ളം വേണം. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നു, ഞാൻ യഹൂദനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവിടെ ഒരു മശിഹയുണ്ടെന്നുള്ളത് അറിയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം, 4 യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് അവളുടെ ജ്ഞാനത്തെ കുറിച്ച്, അവളുടെ അറിവിനെ കുറിച്ച് അവൾ പല കാര്യങ്ങൾ യേശുവിനോട് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യേശു അവിടെ നിന്നുകൊണ്ട് അവൾ ആരാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ശമരിയ സ്ത്രീയോട് അങ്ങോട്ട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ഇവള് പറയുന്നു, ഒരു പ്രവാചകൻ വരുമെന്നുള്ളത് എനിക്കറിയാം, ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. അത് ആ മലയിലാണോ ഈ മലയിലാണോ എവിടെയാണ് പോയി ആരാധിക്കേണ്ടതെന്നുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ദൈവമുണ്ട്, അത് ആ ദൈവം എവിടുന്നുള്ളതാണെന്നൊന്നും അറിയത്തില്ല. ഒരു മശിഹയാണ്, അത് യഹൂദയിൽ നിന്ന് വരുന്നു എന്നുള്ളതും എനിക്കറിയാം എന്നൊക്കെ അവൾ അവളുടെ ജ്ഞാനത്തെ കുറിച്ച് യേശുവിനോട് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ യേശു അവളുടെ ജീവിതത്തിലേക്ക് കടന്ന് അവളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ എല്ലാം പറഞ്ഞപ്പോൾ അവൾ അടുത്ത നിമിഷം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ തന്നെ മശിഹ, നീ ഒരു പ്രവാചകനാണ്, നീ ഒരു മശിഹയാണ്, നീ ഒരു ദൈവപുത്രനാണ്. അവൾ ജ്ഞാനം മാറി അവൾ പരിജ്ഞാനത്തിലേക്ക് കടന്നു. പരിജ്ഞാനത്തിലേക്ക് കടന്നപ്പോൾ ശമര്യരും യഹൂദരും തമ്മിലുള്ളതായ വിടവിനെ മാറ്റിയിട്ട് അവൾ ചെയ്ത ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. അവൾ കോരുവാൻ വന്ന വെള്ളവും കുടവും ആ കിണറിന്റെ കരയിൽ വെച്ചിട്ട്, എന്നെ നന്നായി അറിയുന്ന ഒരു മശിഹ ഇവിടെയുണ്ട്, അവനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്ന് പറഞ്ഞ് യെരൂശലേമിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സുവിശേഷം ഇത് മാത്രമാണ്. നാം പരിജ്ഞാനം ക്രിസ്തുവിങ്കിൽ നിന്ന് പ്രാപിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം ഞാനും നിങ്ങളും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നാം ഒരിക്കലും ഈ സൂം മീറ്റിംഗിൽ അടങ്ങിയിരിക്കുവാനുള്ളതല്ല. പകൽ മുഴുവൻ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരല്പം വിശ്രമിക്കേണ്ട സമയത്ത് എന്നാ സൂം മീറ്റിംഗ് കയറി നമുക്കൊന്ന് പാടാം, പ്രാർത്ഥിക്കാം, ആരാണ് ദൈവവചനം പറയുന്നതെന്ന് കേൾക്കാം എന്നുള്ള ലാഘവത്തോടെ ഇരിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ഞാനും നിങ്ങളും വളർന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തോട് പറയണം, എന്നെ രക്ഷിച്ച ഒരു മശിഹയുണ്ട്, എന്നെ വീണ്ടെടുത്തിയ ഒരു ദൈവമുണ്ട്, എനിക്ക് നിത്യജീവൻ തരുന്ന ഒരു യേശു ക്രിസ്തുവുണ്ട്. പ്രിയരെ, നിങ്ങളും വരുവിൻ. അതാണ് ജ്ഞാനം മാറി ഒരുവനിൽ ഒരു പരിജ്ഞാനം വന്നു കഴിഞ്ഞാൽ നാമും ഈ ദിവസങ്ങളിൽ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരണം. പരിജ്ഞാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു, നിങ്ങളെയും രക്ഷിക്കും. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു വീണ്ടും വരും. എന്തിന്? എന്നെ ചേർക്കുവാൻ. അവൻ നിങ്ങളെയും രക്ഷിക്കും, നിങ്ങളെയും വീണ്ടെടുക്കും. ഈ സുവിശേഷം പറയുവാൻ പരിജ്ഞാനം നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ, ജ്ഞാനം ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം, ഇല്ലേ? ഈ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഈ ദിവസങ്ങളെല്ലാം കഷ്ടാനുഭവ കാലമാണ്, അല്ലെ? കഷ്ടാനുഭവം. ഞാനും ഒരു കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. അതുകൊണ്ട് ഈ സമയങ്ങളിലെല്ലാം കഷ്ടാനുഭവങ്ങളാണ്. അതെന്താണ്? ജ്ഞാനമാണ്. യേശു ക്രിസ്തു മരിച്ചു, പക്ഷെ ദൈവവചനം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടോ? പക്ഷെ പരിജ്ഞാനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ, ഞാനും നിങ്ങളും കഷ്ടാനുഭവം ആചരിക്കുമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കുകയാണ്. അനുഭവമാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഒരു ശമരിയ സ്ത്രീയിൽ ജ്ഞാനം പരിജ്ഞാനമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിലായി തീരട്ടെ. നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മെ ഈ സത്യത്തിലേക്ക് നടത്തിയ ദൈവത്തിന്റെ വചനം, നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹം അനേകരോട് പറയുവാൻ കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ ഒരുക്കട്ടെ. പത്രോസിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിനോട് ചോദിച്ചേ, പത്രോസിന് ഈ ലോകപരമായിട്ട് അനേക ജ്ഞാനമുണ്ട്, അനേക അറിവുകളുണ്ട്, നല്ലൊരു മുക്കുവനായിരുന്നു, അല്ലെ? നല്ലൊരു മുക്കുവനായിരുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ അവനൊന്നും കിട്ടില്ല. എന്തുകൊണ്ടാ കിട്ടാഞ്ഞത്? അവന് നന്നായിട്ട് അറിയാം എവിടെ വല വീശണം, എവിടെയാണ് മീൻ ഉള്ളത്, എങ്ങനെ വീശണം, ഏത് സമയത്ത് വീശണം, നന്നായി
നന്നായിട്ട് അറിവുള്ള, ജ്ഞാനമുള്ള, തന്റെ ജോലിയിൽ നല്ല നിശ്ചയമുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. എന്നാൽ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തിരുന്നു, തന്റെ ആയുധത്തെ അവൻ ശുദ്ധി ചെയ്യുവാനായിട്ട് വല കഴുകിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകളെ, പാപങ്ങളെ, നമ്മുടെ തകർച്ചകളെ കണ്ട് ഉണർന്ന് അതിനെ കഴുകി ഓരോ ദിവസവും വെടിപ്പാക്കുവാൻ നാം തയ്യാറായാൽ ജ്ഞാനത്തിൽ നിന്ന് പരിജ്ഞാനത്തിലേക്ക് നടത്തും. പത്രോസിനെ എങ്ങനെയാണ് പരിജ്ഞാനത്തിലേക്ക് നടത്തിയത്? ജ്ഞാനമുണ്ടായിരുന്ന പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു. പക്ഷെ ജ്ഞാനത്തിൽ അവന് ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിജ്ഞാനത്തിന്റെ ആദ്യ പടിയിലേക്ക് കടക്കുവാൻ അവന്റെ വല കഴുകുവാൻ മനസ്സ് കാണിച്ചപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി വല വീശുവിൻ. അവൻ വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി. കിട്ടിയ മീനെ കൊണ്ട് അവൻ തന്റെ വീട്ടിൽ പോകുകയല്ലായിരുന്നു, തന്റെ കൂടെയുള്ളവർക്കൊക്കെ കൊടുക്കുവാൻ കഴിഞ്ഞു. ആ മീൻ, തനിക്ക് ലഭിച്ചതായ മീൻ പലർക്ക് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പ്രാപിച്ച ഈ സത്യത്തെ എന്നിലും നിങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ പത്രോസിനെ പോലെ നമ്മെ ചുറ്റി നിൽക്കുന്ന, നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഈ സത്യത്തെ കുറിച്ച് നാം എന്ന് പറയുവാൻ മനസ്സ് കാണിക്കുന്നു, അന്ന് നാം പരിജ്ഞാനം, ദൈവത്തിന്റെ തേജസ്സിന്റെ പരിജ്ഞാനത്തിലേക്ക്, ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം പലപ്പോഴും നമ്മെ ചീർപ്പിക്കും. ഞാൻ വീണ്ടും അത് എടുത്തു പറയട്ടെ. എന്നാൽ പരിജ്ഞാനം നമ്മെ നിത്യതയിലെത്തിക്കും. എന്നെയും നിങ്ങളെയും നിത്യതയിലെത്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാണ്. അതുകൊണ്ട് ആ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് മാർത്തയും മറിയയും യേശുക്രിസ്തുവിന്റെ കാൽക്കലിരുന്ന് ദൈവവചനം പഠിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാർത്ത പലപ്പോഴും അടുക്കളയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ മറിയ കാൽക്കലിരുന്ന് ദൈവവചനം യേശുക്രിസ്തുവിനോട് നേരിട്ട് പഠിച്ചിരുന്നതാണ്. ലാസർ മരിക്കുന്നതിന് മുൻപേ യേശു അവരോട് പറഞ്ഞിരുന്നു, ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ ഭവനത്തിൽ സംഭവിക്കും. പക്ഷേ ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ കാൽക്കലിരുന്ന മാർത്തയ്ക്കും മറിയയ്ക്കും തന്റെ സഹോദരൻ മരിച്ചത് ദൈവനാമ മഹത്വത്തിനാണെന്ന് ഗ്രഹിക്കുവാൻ അവരുടെ ജ്ഞാനം സമ്മതിച്ചില്ല. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നത് ദൈവനാമ മഹത്വത്തിനാണ് എന്നുള്ള ആ നഗ്ന സത്യത്തെ ഗ്രഹിപ്പാൻ അവരുടെ ജ്ഞാനത്തിന് കഴിയാതിരുന്നപ്പോൾ യേശുക്രിസ്തു 4-ാമത്തെ ദിവസം കല്ലറയ്ക്കൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന ലാസറിനെ കണ്ടപ്പോൾ പരിജ്ഞാനത്തിന്റെ പൂർണ്ണത മാർത്തയും മറിയും കാണുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്കും ആ പൂർണ്ണതയിലേക്ക് കടക്കണ്ടായോ? നമുക്കും ആ പരിജ്ഞാനത്തിലേക്ക് കടക്കണ്ടായോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ഈ കാലഘട്ടം, കൃപായുഗം തീരാറായി ഈ കാലഘട്ടത്തിൽ ദൈവജനം എന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തരും പ്രവാചകന്മാരെ കൊണ്ട് തിങ്ങി ഞെരുങ്ങി പ്രവചനത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ പ്രവചനത്തിനെതിരല്ല, എങ്കിലും ഒരു വാക്ക് ഞാൻ പറയട്ടെ. പ്രവചനം ഈ ദൈവവചനമാണ്. ഇതിൽ പറയാത്ത പ്രവചനം ഒന്നും പ്രവചനമല്ല. നമ്മുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്താത്തതൊന്നും പ്രവചനമല്ല. ഒരു പ്രവാചകനും എന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാത്ത വചനത്തിലൂടെ പ്രത്യക്ഷത്തിൽ സന്ധ്യ ഈ പാപം ചെയ്തു എന്നുള്ളത് പറയണമെന്നല്ല, ദൈവവചനം പറയുമ്പോൾ എന്നെ കുത്തും. ഞാൻ എന്റെ ഒരു അനുഭവ സാക്ഷ്യം ഇന്നലെ നടന്നത് ഞാൻ പറയാം. കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങളും ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച 8 മണി തൊട്ട് 9 മണി വരെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. 7:30 ആയപ്പോ ഞാനും എന്റെ മൂത്ത സഹോദരിയും തമ്മിൽ ചില വിഷയത്തിൽ വാക്കുതർക്കം ഉണ്ടായി. ഇങ്ങനെ വാട്സപ്പ് കോളില്. എനിക്ക് എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അവൾക്ക് അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. എന്തായാലും പിണങ്ങിയേച്ച് എനിക്ക് പിണക്കമില്ല, അവളേതായാലും ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. ഇന്നലെ ദൈവവചനം ഞങ്ങളോട് സംസാരിക്കാൻ വന്ന കർത്താവിന്റെ ദാസി എടുത്ത ദൈവത്തിന്റെ വചനം, ക്രോധം ഉപേക്ഷിച്ച്, കോപം അങ്ങനെ ഒരു വാക്യം സങ്കീർത്തനത്തിലെ 129-ാം സങ്കീർത്തനം,
ആ ദൈവത്തിന്റെ വചനം കോപം ക്രോധം ഉപേക്ഷിക്കുക. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. ആമേൻ. താങ്ക് യു ആന്റി. ഈ ദൈവത്തിന്റെ വചനം ഇന്നലെ രാത്രിയിൽ ആ കർത്താവിന്റെ ദാസിലൂടെ എന്നോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ കോപിച്ച് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞാൻ ലീഡ് ചെയ്തു, ഭംഗിയായി കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരാത്ത എന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഒരിക്കലും അത് പ്രസാദമായി തീർന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്, നീ ചെയ്തത് പാപമാണ്. എനിക്കത് മനസ്സിലായി. അതാണ് പ്രവചനം. നിശ്ചയമായിട്ടും ആ പ്രവചനത്തിൽ അങ്ങനെയുള്ള പ്രവാചകികൾ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം വാസ്തവമായി പ്രാപിച്ച് പാപത്തെ കുറിച്ച് നമ്മളിൽ ഒരു കുറ്റബോധമുണ്ടായി ഒരു മടങ്ങി വരവ് എന്നിലും നിങ്ങളിലും സൃഷ്ടിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഞാനും നിങ്ങളും മനസ്സ് കാണിച്ചാൽ വാസ്തവമായി കർത്താവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്ന, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്ന, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്ന എനിക്കും നിങ്ങൾക്കും ഒരിക്കലും അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ചുള്ള ഒരു ആത്മഭാരം എന്നിലും നിങ്ങളിലും തിങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ചുള്ള ദാഹം എന്നിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. ശമരിയ സ്ത്രീ ആരാണ് എന്ന് യേശു ക്രിസ്തു അവളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവളിലുള്ള ജ്ഞാനം ഒന്നുമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പരിജ്ഞാനം പ്രാപിച്ച് യെരൂശലേമിന് നേരെ ചെന്ന്, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്, വന്നു കാണുവിൻ നിങ്ങളും. ഞാനും നിങ്ങളും അതിന് തയ്യാറാണോ? നിങ്ങൾക്കതിന് മനസ്സുണ്ടോ? എനിക്കതിന് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വാസ്തവമായി ദിവസിക്കുന്നു. കാലം ഇനി ഏറെയില്ല പ്രിയമുള്ളവരെ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സകല ജനവും പാപത്തിന്റെ പടുകുഴിയിലെത്തിയിരിക്കുന്നു. ആരാണ് ദൈവമക്കളെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ലെന്ന് പറയത്തക്ക രീതിയിൽ എന്നെയും നിങ്ങളെയും തിരിഞ്ഞ പരിജ്ഞാനത്തിലേക്ക് തീരുവാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭയിലെ സാധാരണക്കാരോട് മാത്രമല്ല പറയുന്നത്, അധ്യക്ഷനോടും പ്രവാചകന്മാരോടും അഡ്മിന്മാരോടും, നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അഡ്മിന്മാരോടും പ്രസംഗിക്കുന്നവരോടും പാടുന്നവരോടും പ്രവചിക്കുന്നവരോടുമാണ്. നിങ്ങൾ പ്രവചിച്ചോ, പാടിയോ, മീറ്റിംഗ് ലീഡ് ചെയ്തോ, നിങ്ങൾ അഡ്മിനാണോ, അതൊന്നുമല്ല എനിക്കറിയേണ്ടത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളർന്നില്ല എങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. എന്റെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ സർവകൃപാലുവായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ തികയുവാൻ, ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി നമ്മുടെ മുമ്പിൽ പൊങ്ങി വരുന്ന സകല ജ്ഞാനത്തിന്റെയും ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ ശക്തിയെ അമർച്ച ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എന്റെ എല്ലാ സ്നേഹിതർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളും ദൈവവേലയിലായിരിക്കുന്ന പൂർണ്ണ സമയം ശുശ്രൂഷയല്ല എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അപ്പർ പ്രയർ റൂം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ലേഡീസിന്റെ തന്നെ മഹനീയം എന്ന് പറയുന്ന ഗ്രൂപ്പും ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും മീറ്റിങ്ങുകളുണ്ട്. അനുഗ്രഹീതമായ രീതിയിൽ അതൊരു പെന്തക്കോസ്തുകാരെ കൂട്ടിയുള്ള ഒരു മീറ്റിംഗ് അല്ല. പിന്നെ അനേക ആൾക്കാർ, ഹിന്ദുക്കൾ വരുന്നുണ്ട്, CSI, ഓർത്തഡോക്സുകാര്, TPMകാര്, അങ്ങനെ വിവിധ സാഹചര്യത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി കർത്താവിനെ കുറിച്ച് പറയുവാൻ, ഈ പരിജ്ഞാനത്തിന്റെ സത്യത്തെ കുറിച്ച് പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് കാഴ്ചപ്പാട് തന്നു. അങ്ങനെ കൃപയാൽ നടത്തിക്കൊണ്ടു പോകുന്നു. ഏകദേശം 3 വർഷത്തോളമായി കൊണ്ടിരിക്കുന്നു ആ മീറ്റിംഗ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയിൽ മാത്രം, ഈ ലോകത്തിന്റെ ജ്ഞാനമോ മാനുഷിക ജ്ഞാനത്തിലോ അല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും ജീവിപ്പാൻ, അനേകരെ അതിലേക്ക് നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്.
മൂത്ത മോന് 14 വയസ്സായി, അവൻ ക്യാമ്പിന് പോയിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ദൈവമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ഒരു ഹൈന്ദവ നായർ വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വന്നതാണ്. ഈ ചുറ്റുവട്ടത്ത് മുഴുവൻ ഹൈന്ദവരാണ്, മുഴുവൻ നായന്മാരാണ്. അവരുടെ മുൻപിൽ ഇവർക്ക് എന്തു ഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ പൗലോസിന്റെ കയ്യിൽ അണലിയെ ചുറ്റിയത് എരിയുന്ന തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളെ ഇന്നയോളം വഴി നടത്തുന്നു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ സത്യത്തിൽ നടക്കണം. ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ലോകത്തിലുള്ളത് ഒന്നിനെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പിതാവിന്റെ ദൈവം എന്റെ ദൈവം എന്നെ കുഞ്ഞുങ്ങൾ പറയണം. അതിനായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാവരെയും കർത്താവ് ധാരാളം സഹായിക്കുമാറാകട്ടെ. ദൈവവചനത്തിന്റെ സത്യത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. ആമീൻ. ദൈവസ്നേഹത്തിന്റെ വിജ്ഞാനത്തിൽ വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ ചെയ്ത സന്ധ്യ മനോജിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ ചെറിയ ഗ്രൂപ്പിൽ വന്ന് വചനം ഘോഷിക്കുവാൻ സന്മനസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജ് ഹരീന്ദ്രനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനും ഒരു ഹരിപ്പാട്ടുകാരിയാണ്. അതിന് ഹരിപ്പാട് ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ. ഇത്രയും നേരം സന്ധ്യ മനോജിനോടുള്ള സ്നേഹവും നന്ദിയും വളരെ ആദരവോടെ ഞങ്ങൾ അറിയിക്കുന്നു. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. മനോജ് ഹരീന്ദ്രൻ ആശീർവാദം പറയുമോ? ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചു ക്ലോസ് ചെയ്തെന്നാ. ആശീർവാദം മനോജ് പാഷ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ആശീർവാദം പറയാം. ക്രൂശിലൂടെ അതിവാത്സല്യമായ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ അപ്പന്റെ തണലായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കിയല്ലോ. കർത്താവിലുള്ള പരിജ്ഞാനത്തിൽ തികഞ്ഞു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ശമരിയ സ്ത്രീ പട്ടണം വിളക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവീക വെളിപ്പാടുകളും സ്തോത്രം വചനവും നിമിത്തം പരിശുദ്ധാത്മാന്റെ ശക്തിയോടെ ദേശത്തിന്റെ നടുവിൽ നിന്ന് കർത്താവെ രാജ്യത്തെ ഇളക്കാനുള്ള, ദേശത്തെ ഇളക്കാനുള്ള ദൈവിക പരിജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകണമേ. അനേക പേർ പരിജ്ഞാനം പ്രാപിച്ച് തികവാർന്ന് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. സ്വർഗീയ സാന്നിധ്യത്തിന്റെ തണലിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും കിട്ടാത്ത ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വാർത്തയും മറിയും ഇരുന്ന് പ്രാപിച്ചത് അവരെ പ്രത്യക്ഷമായി ജീവനായി ചൈതന്യമായി സ്തോത്രം മുൻപിൽ നിൽക്കുന്നത് കണ്ട് പരിശുദ്ധാത്മാവിൽ ജ്ഞാനം നിറഞ്ഞതായി തീർന്ന പോലെ ഞങ്ങളെയും ചില കാര്യങ്ങൾ ജീവിതത്തിൽ മരിച്ചതിനെ ജീവിപ്പിച്ച് നാറ്റം വെച്ചതിനെ സ്തോത്രം ജീവനായി വ്യാപരിച്ചത് തളർന്നതിനെ സ്തോത്രം ഉദ്ദീപിച്ച് സ്തോത്രം ജീവനായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ആദ്യമേ നൂറ്റാണ്ടിൽ പരിവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിൽ അങ്ങയെ സാക്ഷീകരിച്ച ശമരിയ പട്ടണത്തെ ഇളക്കാനുള്ള ദൈവത്തിന്റെ കൃപ, ശമരിയ പട്ടണത്തെ പിടിക്കുവാൻ ശ്രേഷ്ഠന്മാരായ ദൈവജനത്തെ കൂട്ടിവരുത്തുവാൻ ഹല്ലേലൂയ ശമരിയ പട്ടണം നിന്ദിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട സ്തോത്രം തള്ളപ്പെട്ട മേഖലകളിൽ നിന്നും ശമരിയ പട്ടണത്തെ പിടിക്കുവാൻ ഒരു ശമരിയ സ്ത്രീയെ ഉപയോഗിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് മൂലം ഞങ്ങളുടെ പരിജ്ഞാനം നിമിത്തം ആ പട്ടണം പിടിക്കുവാൻ, ആ പട്ടണത്തിൽ നിന്നും അനേക പേർ വന്ന് അഭയം പ്രാപിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദക്കപ്പൊലി ദേശത്തെ ശുശ്രൂഷയ്ക്കായി ഒരുവനെ എഴുന്നേൽപ്പിച്ചതുപോലെ ആ ദക്കപ്പൊലി നാട്ടിൽ കർത്താവിന്റെ ശ്രുതി പകർന്നതുപോലെ കർത്താവിനെ സ്തോത്രം രാജ്യത്തിന് ദേശത്തിന് പുറത്ത് കടക്കുവാൻ കൽപ്പിച്ച ജനത്തിന്റെ നടുവിൽ അവിടെ ശുശ്രൂഷ ഏൽപ്പിച്ച ദക്കപ്പൊലി നാട്ടിലെ ഭൂതഗ്രസ്തനായ മനുഷ്യനെ അവിടെ ഉറപ്പിച്ച് അനേക പേർക്ക് സാക്ഷ്യം കൂറുവാൻ, അത്ഭുതം കൂറുവാൻ, പിന്നീട് സ്തോത്രം കർത്താവ് അത് കടന്നുപോയി എന്ന് ശമരിയ പട്ടണത്തിലൂടെ കടന്നുപോയെന്നും ദക്കപ്പൊലി നാട്ടിൽ നിന്നൂടെ കടന്നുപോയെന്നും വായിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ കുടുംബത്തെ ഞങ്ങളാൽ പരിജ്ഞാനം പ്രാപിച്ച് കർത്താവിന്റെ സാന്നിധ്യം കടന്നു പോകുന്ന ഓരോ കുഞ്ഞു
കുഞ്ഞുങ്ങളും നിത്യതയിൽ ചേരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ മേശമേൽ സിരിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ സ്തോത്രം അനുഭവിച്ച് അനാഥകൾക്കും വിധവകൾക്കും ദരിദ്രർക്കും ന്യായപരിപാലനം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവെ സഭയ്ക്ക് വേണ്ടി അങ്ങയുടെ തലയാകുന്ന സ്തോത്രം ആജ്ഞ കേട്ട് ഓരോ അംഗങ്ങളും പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. തിരുവചനം സ്തോത്രം പറഞ്ഞ പ്രിയദാസിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലീഡിയയെ പ്രിയപ്പെട്ട ആന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്മാരായിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തോത്രം വചനം വായിച്ചു എന്ന പ്രിയദാസിയെ അനുഗ്രഹിക്കണമേ. പ്രിയ ഗ്രേസ്യന്റെ അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. കർത്താവെ സ്തോത്രം. സങ്കീർത്തനം വായിച്ച പ്രിയദാസിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആവലോടെ, ആശയോടെ, കൊതിയോടെ വചനം കേട്ടിരുന്നവരുടെ ജീവിതത്തിന്റെ നടുവിൽ പരിജ്ഞാനം പ്രാപിച്ച് തികവുള്ളവരായി കർത്താവിനെ സാക്ഷീകരിക്കുന്ന നല്ല ശിഷ്യഗണങ്ങളായി വാർത്തെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ചെറുതും വലുതുമായി ചുമൽ കൊടുക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പേർ ഈ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന അറിഞ്ഞ് പരിജ്ഞാനം അറിഞ്ഞ് കർത്താവെ ഈ കർമ്മേൽ സ്തോത്രം ഗ്രൂപ്പിൽ കൂടുവാൻ തക്കവണ്ണം കർമ്മേലിൽ തീ കത്തുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അനേക പേർക്ക് കൈ ഉയർത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. കർമ്മേലിന്റെ പേര് പോലെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തീ കത്തുന്ന ശുശ്രൂഷ, അന്ത്യകാല ഉണർവിന്റെ സ്തോത്രം ഇടയിലേക്ക് അനേക ശുശ്രൂഷകന്മാരെ തേജസ്സോടെ സ്തെഫാനോസിനെ പോലെയുള്ള ശുശ്രൂഷകന്മാർ ഉൾപ്പെടപ്പിൽ കണ്ട തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർമ്മേൽ പട്ടണത്തിൽ ഒരു ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ അനേക ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലിശയെ പണിഞ്ഞതുപോലെ ഇരട്ടി പങ്ക് പ്രാപിച്ച് യോർദാനെ വിഭജിച്ച് സ്തോത്രം അക്കരെ നിന്ന ചില പ്രവാചകന്മാരെ സ്തോത്രം എന്ത് കാണും, എങ്ങനെ ഇവരെ ഇപ്പുറം കടക്കുമെന്ന് ആവലോടെ സ്തോത്രം പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കർത്താവെ ഏലിയാവിൽ നിന്ന് പകർന്ന പുതപ്പ് ഏലിശയുടെ മേൽ വീണ് യോർദാനെ രണ്ടായി പിളർന്ന് വിജയവേരി മുഴക്കി കർത്താവിന്റെ നാമം വഹിച്ചു വന്ന ഏലിശയോട് ചേർന്നതുപോലെ സത്യസുവിശേഷത്തിന്റെ വക്താക്കളായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദേശത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കണമേ. അനേക യോർദാൻ കടക്കാൻ കർമ്മേലിന്റെ മണ്ണിൽ കർത്താവിന്റെ സാക്ഷികളായിരിക്കാൻ ഓരോരുത്തരെയും ദേശമായിരിക്കുന്ന ദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുക സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇടിഞ്ഞു കിടക്കുന്ന കർത്താവെ യാഗപീഠത്തെ പണിഞ്ഞ് സ്തോത്രം നനഞ്ഞ യാഗപീഠത്തെ കത്തിച്ച് സ്തോത്രം ഉണങ്ങിക്കിടക്കുന്നതിനെ കത്തിക്കാനല്ല, നനഞ്ഞു കിടന്ന് സ്തോത്രം ഹല്ലേലൂയാസ്തോത്രം തളർന്നു കിടന്നതിനെ കത്തിക്കുവാൻ തക്കവണ്ണം ചില പിന്മാറ്റക്കാരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു ചൂരച്ചെടിയുടെ നിഴലിൽ സ്തോത്രം ഇനി എന്നെ എടുത്തുകൊള്ളണമേ, മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഈ കാർമേൽ സൂം ഗ്രൂപ്പിൽ ഓടിക്കയറട്ടെ. ചൂരച്ചെടിയിൽ നടന്ന് വിശ്രമിക്കാനല്ല. സ്തോത്രം. ഏലിയാവിലെ ചൂരച്ചെടിയുടെ തണയിൽ നീ എന്തേ കിടക്കുന്നത്? നീ ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത് അനേക കാലം ഓടുവാൻ നിന്റെ കാലുകൾക്ക് ശരീരത്തിൽ നിന്ന് സ്വർഗത്തിലെ മുദ്ര പതിപ്പിച്ച യേശു അപ്പച്ചൻ തമ്പുരാൻ സൃഷ്ടിച്ച അപ്പവും അടയും ഹല്ലേലൂയ കാക്കമേൽ കൊടുത്തുവിട്ട് തമ്പുരാന്റെ ഹല്ലേലൂയ സ്തോത്രം സീല് വെച്ച ചില സീലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഖരീദോട് പറ്റിപ്പോയാലും അങ്ങയുടെ വാഗ്ദത്തം നിറവേറുന്ന ആരുമില്ലെങ്കിലും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും സ്തോത്രം നന്മകളെ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർമ്മേലിൽ ജ്വലിപ്പാൻ അനേക വിധവമാർ മരിക്കുവാൻ സ്തോത്രം കുടുംബവുമായി തീരുമാനമെടുത്തെടുത്ത് അതിനെ വർദ്ധിപ്പിച്ച് അവളും ദേശവും സമൃദ്ധി പ്രാപിച്ചതുപോലെ കർത്താവെ കർമ്മേലിന്റെ മണ്ണിൽ വന്ന് കർമ്മേൽ സൂം മീറ്റിംഗിൽ വന്ന് അനേക പേർ മരിക്കുവാൻ തീരുമാനിച്ചെടുത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് പട്ടണം ഇളക്കാനുള്ള ദൈവശക്തി കൊടുക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഈ കർമ്മേൽ സൂം മീറ്റിംഗിൽ നടക്കട്ടെ, വ്യക്തികളിൽ നടക്കട്ടെ. ശിക്ഷഗണങ്ങളുടെ ഒരു വലിയൊരു ഗണം ഈ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേൽക്കട്ടപ്പ. അന്ത്യകാല ഉണർവിന് ഓരോരുത്തരെയും സമർപ്പണമുള്ളവരെ പരിജ്ഞാനം നിറഞ്ഞവരായി എഴുന്നേൽപ്പാൻ തക്കണം അങ്ങ് സഹായിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങളോട് ഓരോരുത്തരെ സംസാരിക്കണമേ. സ്വർഗോത്ഭവം ചെയ്യണേ. വരുന്ന ദിവസങ്ങളിലെല്ലാം അനുഗ്രഹപ്പെട്ട മീറ്റിംഗ് നടപ്പാൻ കർത്താവ് ഇത് പെറ്റുവരികയും ശ്രേഷ്ഠത ശ്രുതി പകരുവാൻ തക്കണം അങ്ങ് സഹായിക്കണം. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. പ്രിയ ഗ്രേസ്യാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ബുദ്ധി വിവേകം ദൈവേശം ദീർഘായുസും കൊണ്ട് തൃപ്തി വരുന്നവരാണ്. ശരീരവുമായി ബലഹീനതയെല്ലാം അവിടെ നിറയുന്ന
ചെയ്യുന്നല്ലോ. കർത്താവെ, ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ സമയം വേർതിരിച്ച് കർത്താവിന്റെ ദാസിക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന രോഗിക്കായ സ്തോത്രം, ഒരു സൗഖ്യം മൂലവും കൊടുക്കണമേ. കർത്താവിന്റെ വേലയിൽ സ്തോത്രം 24 hours ചെയ്യുവാനുള്ള ദൈവ കൽപ്പന കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ബിന്ദുസിസ്റ്ററിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മോളിസ്റ്ററായ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പണ്ണമസ്റ്ററിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സാറമ്മയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മോനിഷിക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സുശീലാനിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എബ്രാം പാസ്റ്ററിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അനേക കാതങ്ങൾ ഓടുവാനുള്ള ദൈവകൃപ തളർന്നിരിക്കുന്നിടത്ത് നിന്ന് സ്തോത്രം കർത്താവിൽ നിന്ന് പ്രാപിച്ച്, കർത്താവിൽ നിന്ന് ചില വെളിപ്പാടുകളും മുദ്രകളും അഭിഷേകവും ദർശനവും പ്രാപിച്ച് തളർന്നിരിക്കുന്നവരുടെ നടുവിൽ നിന്നും സ്തോത്രം ചൂരച്ചെടിയുടെ തണലിൽ നിന്നും ജോലിയോടൊപ്പം ഉള്ള ബന്ധത്തിൽ അനേക കാത ഓടുവാൻ തക്കവണ്ണം അനേക ജീവനറ്റ മേഖലകളിൽ ചെന്ന് മരിപ്പാറായിരിക്കുന്നവർക്ക് സുവിശേഷം പങ്കുവെച്ച് ക്രിസ്തുവിൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അധികമായി വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമലാന്റിക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയും സഹായിക്കണമേ. മഞ്ജുനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികളെ തുറക്കണമേ. കർത്താവെ, അനുഗ്രഹപ്പെട്ട ചില മേഖലകൾ തുറക്കാൻ അങ്ങ് സഹായിക്കണമേ. കർമ്മേലിന്റെ പ്രയർ ഗ്രൂപ്പ് എന്ന ആ ലിങ്കിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയ ഭക്തനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണമേ. ശക്തിയോടെ ഈ നാളുകളിൽ ദൈവവേലയിൽ ചുമൽ കൊടുപ്പാൻ കർത്താവ് സഹായിക്കണമേ. ജെയിൻ ജോൺ ഫിലിപ്പിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ചില തളർച്ചകൾ മാറട്ടെ. ചില പ്രാണനുള്ള തണുപ്പുകൾ മാറട്ടെ. ഇത് ജ്ഞാനമായി മാറി പരിജ്ഞാനമായി ഉയർന്നു വന്ന് മരിച്ചതിനെ ചിലതിനെ ജീവിപ്പാൻ തക്കവണ്ണം തേജസ്സോടെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെർലീസിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഇടയിൽ വലിയൊരു അത്ഭുതം ചെയ്യണമേ. ചില ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ചില ആശ്ചര്യങ്ങൾ ആ കുടുംബത്തിൽ പ്രവർത്തിക്കണം. ജെഫിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ദൈവവേലയ്ക്ക് ചുമൽ കൊടുപ്പാൻ തക്കവണ്ണം സ്തോത്രം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പോരുകളെയും ശാസിക്കുന്നു. കർത്താവെ, ചില തീരുമാനങ്ങളുടെ നടുവിൽ ചില വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂമെന്ന കണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ചിലതിനു വേണ്ടി വാരിയെറിയുവാൻ തക്കവണ്ണം, ചിലതിനു വേണ്ടി ചുമൽ കൊടുപ്പാൻ തക്കവണ്ണം, ദേശത്തിന്റെ നടുവിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച പരിജ്ഞാനമായി എഴുന്നേറ്റ് നിൽപ്പാൻ തക്കവണ്ണം ചില അത്ഭുതങ്ങൾ കാണുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗം അത്ഭുതം ചെയ്യണമേ. പ്രിയ റീന ജോണായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പരാജയങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവനും ചൈതന്യമുള്ളതുമായി തീരുവാൻ തക്കണം അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ചില ഹല്ലേലൂയ പിന്മാറ്റക്കാരെ സ്വതന്ത്രമാക്കാനുള്ള ദൈവകൃപ പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നെയാകുന്ന അടിയനെയും കുടുംബത്തെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായ സ്തോത്രം. നല്ല ആലോചനയായിരുന്നു വഴി നടത്തണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെ മാത്രം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവെ സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. നല്ല ശുശ്രൂഷകളെ ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും ആ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും നമ്മുടെ മേലും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുവിന്റെ നാളോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സ്തോത്രം. നാളെ ആരാ സങ്കീർത്തനം എടുക്കുന്നേ?